റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശന ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് അള്ളാഹു അള്ളാഹുരെ ഇഷ്ടപ്പെടുற നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ പെടുക ശ്രമിക്കണു ചൊന്തു നസീഹത്താക്കിയുള്ള എല്ലാരൊട്ടികയും വസിയത്താക്കിയുള്ള അങ്ങനെ ഉള്ള ആൽമാറിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലെ പ്രത്യേകത അത് പരിപൂർണമായും കെത്തെ ദീനായിട്ടിക്കർ. അതേപോലെ ഈ ദീനിലുള്ളതായ എല്ലാ വിഷയവും ഖുർആനും ഹദീസും ചൊല്ലിക്കത്തെ ജണ്ട് പരിശുദ്ധമാക്കപ്പെട്ട വഹീ മുഖാന്തര സംരക്ഷിക്കപ്പെട്ടതായിട്ടിക്കർ ഈ ദീനു ചൊല്ലത്. ആ ഖുർആനും ഹദീസും അതിരെ ഫസ്റ്റ് കേട്ടതായ സമൂഹ അഥവാ സ്വഹാബിരങ്ങ എങ്ങനെ കേട്ടാറ അതനുസരിച്ചിട്ട് മനസ്സിലാക്കണായ ഒരു ദീനായിട്ടിക്കർ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ അഥവാ അത് കേട്ടിക്കർ മൻഹജു സലഫ് ചൊന്തു നങ്ങ ചൊല്ലത്. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകത ഇത് ഇസ്ലാമുകു മാത്രം ഉള്ളതായ ഒരു പ്രത്യേകതയായിട്ടിക്കർ. വേറെ ഏത് ദീനുകും ഒരു ദീനരമ അല്ലെങ്കിൽ ഒരു ദീനരെ വിമർശിക്കുക അല്ലെങ്കിൽ അതിനെ തമാശാക്കുകയല്ല. ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ ഇസ്ലാമിലു ഒരു വിഷയത്തെ വ്യക്തമാക്കുന്നത് പോലെ, ഇസ്ലാം ഒരു വിഷയത്തെ ചൊന്നു തണ്ടതുപോലെ വേറെ ഒരു ദീനിലും ഒരു അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊന്നു തറകൂ സാധ്യയില്ല ചൊല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ളതായ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നതായ എനിക്കത്തെ ഒരു വിഷയത്തിക്കർ. അപ്പം ഇസ്ലാം അതായിട്ടിക്കർ ഞങ്ങൾ ചൊന്നുള്ളത് ആ ദീനരെ എല്ലാ വിഷയവും ക്ലിയർ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് ഖുർആൻ മുഖാന്തര പഠിപ്പാട്ടിയർ. ആ ഖുർആനരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്സ്പ്ലെയിൻ ആക്കിയർ അതിരെ സ്വഹാബിരങ്ങളെ ജീവനത്തുക്ക് കൊമ്പുനിറാറ്. അതായിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനരെ നാണിണ്ട് പൂർത്തിയാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ നബി ആക്കിയതായ ഒരു അറഫ ഹുതുബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയതായ ഖുർആനര ആയത്ത് നിങ്ങളെ ദീനനാണ് പൂർത്തിയാക്കിയ വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീനരെ ദീനായിട്ട് നാണ് നിനക്ക് തൃപ്തിപ്പെട്ട് തന്നര ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനൗൺസ് ആക്കിയർ. അതിൽ പിന്നെ നബി തങ്ങൾ സ്വഹാബിരങ്ങളുടെ കേക്കർ അലാ ഹൽ ബല്ലഗ്തു
അള്ളാഹു ചൊന്നോണ്ട് നാണ് ദീന് പൂർത്തിയാക്കിര ചൊന്തു ഈ ദീനറ എല്ലാ ഭാഗത്തെയും നാണ് നിങ്ങൾക്ക് എത്തുപാട്ടി തന്നറാണ സ്വഹാബിരങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്വസ്റ്റ്യൻ കേൾക്കും. സ്വഹാബിരങ്ങൾ ചൊല്ലിട്ട് ഒരു ബല നാം യാ റസൂലല്ലാ അല്ലെങ്കിൽ ബല യാ റസൂലല്ലാ, അള്ളാഹുടെ റസൂല അതെ ഈ ദീനറ എല്ലാ ഭാഗത്തെയും നിങ്ങൾ നിങ്ങൾക്ക് എത്തുപാട്ടി തന്നറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ട് അള്ളാഹു മഷ്ഹദ്, അള്ളാഹുവെ നീനായിട്ടിക്കര സാക്ഷി ചൊന്നിട്ടു ചൊല്ലതെല്ലാം ഹദീസിൽ നിങ്ങൾക്ക് കാണ്ട് ഞങ്ങൾ പഠിച്ചിറ ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി വിഷയത്തിക്ക്. അപ്പോൾ ഒരു വിഷയം ദീനറ അടിസ്ഥാനപരമായ എല്ലാ വിഷയവും ആ അറഫ ഹുത്തുബത്തോട് കൂടിയിട്ട് അവിടെ തീന്നറ അത് കംപ്ലീറ്റ് ആയി. അതിൽ പിന്നെ ഖുറാൻ്റെ ആയത്ത് നുസൂലായി മാത്ര ദീനുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു അസുൽ ഒരു അടിസ്ഥാനപരമായ വിഷയം അതിൽ പിന്നെ അള്ളാഹു വഹി മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടില്ല. കുറേ ആയത്ത് പിന്നെ നുസൂലായി മുന്നോൾ ഓൾറെഡി അള്ളാഹു ചൊന്നതായ വിഷയത്തെ സ്ഥാപിക്കുന്ന പോലത്തെ ആയത്ത് എന്തായാലും പിന്നെ നുസൂലായിട്ട് നമുക്ക് ചരിത്രത്തിൽ കണ്ടു. മാത്രമല്ല ദീനൊരു അടിസ്ഥാനപരമായ എന്തുള്ള വിഷയം ഉണ്ടാ അത് കണ്ട് അവിടെ പൂർത്തിയായിരുന്നു. അത് സ്വഹാബിരംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി കൊടുത്തു. അതിലെ സ്വഹാബിരംഗങ്ങളെ ജീവനത്ത് കൊമ്പുന്നിറാർ. അപ്പോൾ അതിലെ സ്വഹാബിരംഗ് എങ്ങനെ മനസ്സിലാക്കിറാർ, അങ്ങനെ മനസ്സിലാക്കി കേട്ടിക്കിற ഇസ്ലാം അല്ലെങ്കിൽ അതിലെ വേറൊരു അർത്ഥത്തിൽ അഹ്ലുസുന്ന ഉണ്ടും മൻഹജു സലഫ് ഉണ്ടും അഹ്ലുൽ ഹദീസ് ഉണ്ടും അങ്ങനെ വേറെ വേറെ പേരിൽ ഞങ്ങൾ വിളിച്ചോ ഉള്ളത് അതേ ദീനരെ മനസ്സിലാക്കുന്നതിരെ ആ ഒരു രീതിശാസ്ത്ര ആ ഒരു മെത്തഡോളജിയുടെ ഇട്ടിക്കിற ഞങ്ങൾ വേറെ വേറെ പേരിൽ വിളിച്ചോ ഉള്ള ഓരോ ആയത്തിലും ഓരോ പേരിലും വിളിக்கிறார். ചിലരായത്തിൽ സലഫി ചൊല്ലാറ്, ചിലരായത്ത് അഹ്ലുസുന്ന ചൊല്ലാറ്, ചിലരായത്ത് അഹ്ലുൽ ഹദീസ് ചൊല്ലാറ്, അങ്ങനെ വേറെ വേറെ പേരിൽ അറിയപ്പെടുന്നത് ഇതായിട്ടിക്ക്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതും സഹാബിരങ്ങൾ മനസ്സിലാക്കിയതും പർത്തുള്ളത് കയറ്റിക്കര് ഇസ്ലാമിലു ബിദഅത്ത് ചൊന്തു ചൊല്ലത്. ഇതിലെന്തുമില്ലാത്ത ഖുർആനിൽ അതിന്റെ വിഷയത്തിൽ സൂചന ഇല്ല, ഹദീസിൽ അതിന്റെ വിഷയത്തിലില്ല. ഇനി ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിനെങ്കിലും അതിലെ സ്വഹാബിരങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഒരായത്തുണ്ട് ഒരാൾ ചൊന്നുകൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ഇട്ടിക്കര് സ്വഹാബിരങ്ങൾ ആരും ആ ആയത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അത് ദീനുമായിട്ട് ബന്ധമില്ല. ഒന്നെങ്കിൽ ആ ആയത്തിൽ കൃത്യമായിട്ട് ഡയറക്റ്റ് ആ വിഷയം ചൊല്ലണോ, അല്ലെങ്കിൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എക്സ്പ്ലെയിൻ ആക്കി തരണം. അതിലെ സ്വഹാബിരങ്ങളെ ജീവനത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത് കാണണം. അല്ലാത്ത ഒരു വിഷയ ദീനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുകയില്ല ചൊല്ലതായിട്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യവും. അതിൽ നമുക്ക് കണ്ട് ഈ പഠിപ്പാട്ടാത്ത വിഷയം ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ ആയത്ത ഇല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന മുഖാന്തരം നമുക്ക് പഠിപ്പാട്ടാത്തതായ വിഷയം അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിൽ ഒരാൾ ഒരു പുതിയത് കൊമ്പന്നിട്ട് അഥവാ ഈ ചൊന്നതായ ഒരു രൂപത്തിലും സ്ഥാപിക്കപ്പെടാത്ത ഒരു വിഷയ ദീനിൽ ഒരാൾ കൊമ്പന്നിട്ടായെങ്കിൽ മാലൈസ മിൻഹു, ഈ ദീനിൽ ഒരു അടിസ്ഥാനമേ ഇല്ലാത്ത വിഷയം അഥവാ നബിയ സഹാബിമാര അല്ലെങ്കിൽ ഖുർആനില ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിഷയ ഒരാൾ ദീനിൽ കൊമ്പന്നിട്ടായെങ്കിൽ ഫഹുവ റദ്ദുൻ, അതൊരിക്കലും സ്വീകരിക്കുന്ന ബാധ്യത മുസ്ലിമിറങ്ങില്ല, അത് തിരസ്കരിക്കണായിക്കത്തെ വിഷയമായിട്ടിക്കറ്. അത് കഴിട്ടിക്കറ് നങ്ങ ബിദഅത്തുണ്ട് ചൊല്ലത്. ഇമാം അശാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ ചൊല്ലു ബിദഅത്ത് ചൊന്നെങ്കിൽ അത് ഇബാറത്തുൻ അൻ ത്വരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ, ദീനിൽ പുതിയതായിട്ട് കൊമ്പണ്ടതായ ഒരു രീതി അത് കഴിട്ടിക്കറ് ബിദഅത്ത് ചൊല്ലത്. അപ്പോൾ ഈ ബിദഅത്ത് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കണായത് ബിദഅത്ത് എല്ലാ മേഖലയിലും ഉണ്ട്. ബിദഅത്ത് അഖീദപരമായ വിഷയത്തിൽ ബിദഅത്ത് സംഭവിച്ച ആൾമാരുള്ളാർ, മുഅ്തസിലിയാക്കളെ പോലെ ഷിയാക്കളെ പോലെ ഖവാരിജറങ്ങളെ പോലെയുള്ള ആൾമാർ അങ്ങ് അഖീദത്തെ വിഷയത്തിൽ ബിദഅത്ത് സംഭവിച്ചു പോയ ആൾമാരായിട്ടിക്കറാർ. എന്നാൽ അതേ സന്ദർഭത്തിൽ ബിദഅത്ത് അമലിയ പ്രവർത്തനത്തെ വിഷയത്തിൽ ബിദഅത്ത് സംഭവിച്ചതായ ആൾമാരെയും നമുക്ക് കാണുക സാധ്യവും. ഇത് ഏത് ബിദഅത്തായെങ്കിലും കുല്ലു ബിദഅത്തിൻ വലാല, എല്ലാ ബിദഅത്തും അത് വലാലത്തായിട്ടിക്കറ്. അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്ന ഈ ഹദീസിൽ പെടുന്നതായിട്ടിക്കറ് എന്തൊരു ഫഹുവ റദ്ദുൻ, അത് മുസ്ലിമുകു സ്വീകരിക്കുക ഒരു ബാധ്യതയുമില്ല, അത് മുസ്ലിം സ്വീകരിക്കുകയും ഇല്ല ചൊല്ലതായിട്ട്. നോക്കൊരു ഈ ബിദഅത്ത് ചൊല്ലുമ്പോഴത്തേക്ക് സഹോദരന്മാരെ ഞങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണായിട്ടിക്കറ് സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പലക്കുണ്ട്. എത്രത്തോളം ബിദഅത്തുക്ക് ഗൗരവം ഉണ്ട് ചൊന്തു ഈ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പലക്കത്തിൽ നമുക്ക് മനസ്സിലാവും. അയാൾ ചൊല്ലു ബിദഅത്ത് ചൊല്ലത് ഇന്നൽ ബിദഅത്ത അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, ബിദഅത്ത് ചൊല്ലത് ഒരാൾ ഒരു തപ്പാക്കരുതരാൻറ്റിയും ഇബ്ലീസിക്ക് ഇഷ്ട ഒരാൾ ബിദഅത്താക്കരുതായിട്ടിക്കർ. ഒരാളൊരു തപ്പാക്കർ ഒരു ഹറാമാക്കർ അതിനായിട്ട് ഇബ്ലീസിക്ക് ഇഷ്ടം എന്തൊരു ഒരാൾ ബിദഅത്താക്കരുതായിട്ടിക്കറുണ്ട്. കാരണം എന്തേലി അന്നൽ ബിദഅത്ത ലാ യുതാബു മിൻഹ വൽ മഅസിയതു യുതാബു മിൻഹ, ഒരാൾ ഒരു
ತಪ್ಪಾಕಿಂಟಾಯಿಂಗ್ ಅವನಡ ನಂಗೆ ಚೊಲ್ಲ ನೀನು ಹಾಕಿയത് ತಪ್ಪು അല്ലെങ്കിൽ ಅವನಿಗೂ ചിലപ്പോൾ അനുഭവപ്പെടും നാനൊരു തപ്പാക്കിയല്ലേ ചൊന്ത അവന് തൗബ ആക്കുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട് എങ്ക ബിദഅത്ത് ചൊന്നെങ്കിൽ എപ്പോഴും എന്തൊരു ദീനിൽ ഉള്ള ഏതെങ്കിലും ഒരു നല്ല വിഷയത്തായിട്ട് ഒരു നിസ്കാരം പുതിയ ഒരു നിസ്കാരം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടാത്ത ഒരു പുതിയ ഒരു നോമ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ദിക്ർ അതിന് അവന് ഒരിക്കലും തൗബാക്കുകൊണ്ട് മനസ്സിൽ അവനക്ക് അവനക്ക് തൗബാക്കണ ചൊന്ത വിചാരിക്കുകയെ ചാൻസ് ഇല്ല കാരണം അവൻ്റെ മനസ്സിൽ എന്തരൂല്ലേ നാണ് നല്ലതാക്കിയുള്ളേ ನಾನು ನೋಂಬೆಡುತ್ತೇക്ക് ತಪ್ಪಾಕಿಗೆ ತೌಬಾಕೊಂಡು ನಾನು ನೋಂಬೆಡುತ್ತೇക്ക് ನಾನು ಎಂದಿಗೆ ತೌಬಾಕ್ರೆ അല്ലെങ്കിൽ ನಾನು ഒരു ദിക്ർ ചൊന്നേക്ക് ನಾನು എന്തിക്ക് തൗബാക്കണം ನಾನು നിസ്കരിച്ചേക്ക് ನಾನು എന്തിക്ക് തൗബാക്കണം ഇതായിട്ടിക്കറ് ബിദഅത്താക്കറ ഒരാളുടെ മനസ്സിൽ പോയിക്കറ് അപ്പൊ തപ്പാക്കറവണു തൗബാക്കു സാധ്യത ഉണ്ട് ബിദഅത്താക്കറവണു തൗബാക്കുള്ള ചാൻസസ് ഇല്ല അതുകൊണ്ട് ഇബ്ലീസിക്ക് യാര ഇഷ്ട ബിദഅത്താക്കറ ആൾമാർ അല്ലെങ്കിൽ ബിദഅത്തായിട്ടിക്കറ് ഇബ്ലീസിക്ക് ഇഷ്ട ചൊന്തു നമുക്ക് കാണുക സാധ്യമാണ് അപ്പം അതുകൊണ്ടിട്ട് ഞങ്ങൾ ബിദഅത്ത് പ്രവർത്തനത്തിൽ ഇബാദത്തിൽ ബണ്ടതായ ഈ ബിദഅത്തിനെ ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിരങ്ങളെ കാലത്തൊരു സംഭവം ഉണ്ടാവും. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുരെ ഒരു ഹദീസ് ഏറ്റിക്ക് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ಬಂದು ചൊല്ലുന്നു ನಾನು പള്ളിയിൽ കുറേ ആൾമാരെ ನಾನು ಕಂಡೆ അങ്ങ് എന്തരാക്കിയുള്ളാർ അങ്ങ് കൗമൻ ഹീലക്കൻ ജുലൂസൻ യന്തളിറൂന സ്വലാ പള്ളിയിൽ ഇങ്ങനെ ഹലക്കായിട്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പള്ളിയിൽ വെച്ചിട്ടുള്ളാർ അങ്ങ് പള്ളിയിൽ നിസ്കാരത്തെ വെയിറ്റ് ആക്കിക്കൊണ്ടുള്ളാർ അങ്ങ് എന്തരാക്കിയുള്ളാർ ഓരോ ഹലക്കത്തിലും ഫീ കുല്ലി ഹലക്കത്തിൻ റജുൽ ഓരോ ഹലക്കത്തിലും ഓരോ ഗ്രൂപ്പിലും ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ വഫീ ഐദീഹിം ഹസ അങ്ങനെ കയ്യിൽ കുറേ ചെറിയ കല്ല് അങ്ങനെ കയ്യിലുണ്ട് ചെറിയ കല്ല് അങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള ഈ ലീഡർ ഓരോ ഗ്രൂപ്പുക്കും ഒരു ലീഡർ ഉണ്ട് ആ ലീഡർ എന്തരാക്ക് അയാൾ ചൊല്ലു നിങ്ങൾ 100 തക്ബീർ ചൊല്ലറുണ്ട് അയാൾ ചൊല്ലു അയാൾ 100 തക്ബീർ ചൊല്ലുമ്പോൾ എല്ലാവരും ഈ തക്ബീർ ഇങ്ങനെ ചൊല്ലാറ് ആ 100 തക്ബീർ ചൊല്ലുമ്പോൾ അതിനെ കണക്കാക്കുക ഈ കല്ലറെ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് തക്ബീർ ചൊന്നുള്ളാർ അതേപോലെ അയാൾ ചൊല്ലു ഹല്ലിലുമിയ നിങ്ങൾ 100 അല്ലാഹു അക്ബർ ചൊല്ലറു തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറു ചൊല്ലുമ്പോൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറ് 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറ് അങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ തസ്ബീഹ് ചൊല്ലറ് ഈ ഗ്രൂപ്പായിട്ട് കുറേ ആൾമാരെനക്ക് ഇങ്ങനെ കാണുക സാധിച്ചിട്ട് അയാൾ ചൊല്ലും അങ്ങനെ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേക്കറ് മാ ഖുൽത ലഹും ഷൈഅൻ നിങ്ങ ഫമാദാ ഖുൽത ലഹും നിങ്ങൾ എന്തര ചൊന്നാറ് ചൊന്തു കേക്കറ് അപ്പം അയാൾ ചൊല്ലു നാനെന്തും ചൊന്നിട്ടില്ല മാ ഖുൽതു ലഹും ഷൈഅൻ നാനെന്തും ചൊന്നിട്ടില്ല നിങ്ങൾ എന്തര ചൊല്ലാറ് നിങ്ങൾ അഭിപ്രായം കേട്ടിട്ട് റെസ്പോണ്ട് ആക്കാണ്ട് നാ വിചാരിച്ച കാരണം അങ്ങ് തപ്പെന്തുമാക്കിയില്ല നുപ്പാട്ട് നാ ചൊന്നതുപോലെ പ്രത്യക്ഷമായിട്ട് ഞങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ എന്തു തപ്പാക്കിയില്ല എല്ലാവരും ഒട്ടിക്കൊക്കെ തെച്ചിട്ട് പള്ളിയിൽ നിസ്കാരത്തേക്ക് വെയിറ്റ് ആക്കിയുള്ളാറ് ആ നിസ്കാരത്തേക്ക് വെയിറ്റ് ആക്കുന്ന ടൈം അങ്ങത്തല്ല ഫ്രീ ആയപ്പോൾ അങ്ങ് എന്താക്കിയുള്ളാറ് അങ്ങ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ഇങ്ങനെ ദിക്ർ ചൊന്നുള്ളാറ് തപ്പെന്തുമാക്കില്ല പിന്നെ ഞങ്ങൾ എന്തിനെ ചൊന്ന് എതിർക്കറേ അപ്പം നാണ് നിങ്ങളെ ഒരു റെസ്പോൺസ് എന്തിനും ഉണ്ട് നോക്കിയിട്ട് പിന്നെ ഞങ്ങളുടെ ചൊല്ലാണ്ട് നാണ് വിചാരിച്ചാണ്ട് അയാൾ ചൊല്ലു അഫല അമർത്തഹും അയ്യഉദ്ദു സയ്യിആതിഹിം അങ്ങ് ഈ ദിക്ർ കണക്ക് ചൊല്ലതിനാണ്ടി അങ്ങ് ആക്കിയതായ തപ്പുര ഈ കല്ല് കൊണ്ടിട്ട് അങ്ങ് എണ്ണിരങ്ക് എത്ര നല്ലിന്ത് അതിൽ പിന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിക്ക് വന്നിട്ട് അങ്ങോട്ട് ചൊല്ലു ഫാന്ന അയാൾ പള്ളിക്ക് വന്ന് ചൊല്ലു വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ് നബിറെ ഉമ്മത്ത് നിങ്ങൾക്ക് നാശ അല്ലെങ്കിൽ അതൊരു അറബിനങ്ങളൊരു പ്രയോഗം ഇട്ടിക്കರು അയാൾ ചൊല്ലു മാ അസ്റഅ ഹലക്തും അങ്ങ് ആക്കിയുള്ളെന്തരെ അങ്ങ് തക്ബീർ ചൊന്നുള്ളാറ് അങ്ങ് തസ്ബീഹ് ചൊന്നുള്ളാറ് അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നുള്ളാറ് അങ്ങ് തപ്പെന്താക്കിയില്ല അയാൾ ചൊല്ലു നിങ്ങൾ എത്ര വേഗം നശിച്ചു പോയാറ് നിങ്ങൾ ഇതിൽ നശിച്ചു പോയാറ് നിങ്ങൾ സുബ്ഹാനല്ലാഹ് അയാളുടെ പലക്ക് അയാൾ ചൊല്ലു ആ ഹൗലായി സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ നബിരെ സ്വഹാബിരങ്ങ എല്ലാവരും കൂടെ ഉള്ളാർ ആരും യാറത്തെ സ്വഹാബിരങ്ങ കൂടെ ഉള്ളാർ ആ സ്വഹാബിരങ്ങ കൂടെ ഇക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നശിച്ചു പോയാറല്ലേ ചൊന്ത അയാൾ അങ്ങൾട്ടെ ചൊല്ലത് നിങ്ങൾക്ക് കാണുക സാധ്യവർ അപ്പം സഹോദരന്മാരെ കൂടെ ഞങ്ങൾക്ക് എന്തിനെ കൂടെ മനസ്സിലാക്കൂ സാധ്യവരെ അങ്ങ് തപ്പെന്തുമാക്കിയിട്ടില്ല അങ്ങ് മിസ്റ്റേക്ക് എന്തുമാക്കിയിട്ടില്ല അങ്ങ് ആക്കിയ പ്രോബ്ലം എന്തരേ മിസ്റ്റേക്ക് ചൊന്നെങ്കിൽ അങ്ങ് ആക്കിയ മിസ്റ്റേക്ക് എന്തരേ അങ്ങ് ചൊന്നത് തസ്ബീഹായിട്ടിക്കറ് അങ്ങ് ചൊന്നത് തക്ബീറായിട്ടിക്കറ് അങ്ങ് 100 പെട്ട തക്ബീർ ചൊന്നതും തപ്പില്ല 100 പെട്ട തസ്ബീഹ് ചൊന്നതും തപ്പില്ല പിന്നെ അങ്ങാക്കിയ തപ്പത് അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു രൂപരീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനകാലത്തിൽ നബിതങ്ങ പഠിപ്പാട്ടാത്ത ഒരു പുതിയ രീതി അങ്ങ് എന്താക്കിയാറ് അങ്ങ് കണ്ടെത്തിയാറ് അതായിട്ടിക്കറ് അങ്ങാക്കിയതായ മിസ്റ്റേക്ക് അതൊരു സ്വഹാബി
എന്തിനാക്കറ് അങ്ങൾട്ട് പോയിട്ട് അതിരെ തപ്പുര അങ്ങ് കാട്ടിക്കൊടുക്കുന്നതായിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇസ്ലാമിൽ ഏത് ഇബാദത്തും ഒരു ഇബാദത്ത് ഉണ്ടുണ്ടായെങ്കിൽ ആ ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തരും. ഇങ്ങനെ ഒരു ഇബാദത്തുണ്ടു, ആ ഇബാദത്ത് എങ്ങനെ ആക്കണോട്ട് മാറി പഠിപ്പാട്ടണം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടണം. ഇത് രണ്ടും അതിലെ രൂപവും രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് പഠിപ്പാട്ട്. പിന്നെ ചില ഇബാദത്തുക്ക് ചില ജാഗയ്ക്കു ഇന്ന ജാഗയിൽ ആ ഇബാദത്ത് ആക്കണം. ഇപ്പോൾ ഉംറ അത് മക്കത്തിൽ പോയിട്ടേ ആക്കണത്. ഒരാൾ മദീനത്ത് പോയിട്ട് ഉംറാക്കി അത് ഉംറാവില്ല. അതേപോലെ ചില ടൈമിക്കർ റമദാൻ്റെ നോമ്പ് അത് റമദാനിലായിട്ടിക്കർ എടുക്കണമായത്. വേറൊരു തിങ്കൾ അയാൾ ചൊല്ലു നാണ് ഷവ്വാലിൽ നോമ്പെടുക്കറ ചൊന്നെങ്കിൽ അത് നോമ്പാവില്ല. ഇനി ഒരാൾ റമദാൻ്റെ നോമ്പ് മിസ്സായെങ്കിൽ അയാൾക്ക് കഥാ വിട്ട ഓപ്ഷൻ ഉണ്ട് മാത്രം. അതല്ലാണ്ട് നാണ് റമദാനിൽ എടുക്കില്ല നാണ് ഷവ്വാലിൽ എടുക്കറ ചൊന്നെങ്കിൽ ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ടൈം പഠിപ്പാട്ടിയറ അതേ ടൈമിലും അയാൾ ആക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഒരു കണക്കിക്കർ ഇപ്പോൾ ളുഹർ ഫജ്ർ നിസ്കാരം 2 റക്അത്ത് ഒരാൾ ചൊല്ലു ഞാൻ 4 നിസ്കരിക്കറ ചൊന്നെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പഠിപ്പാട്ടിയറ അത്രമേ ആക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ രൂപവും രീതിയും അതിലെ കണക്കും ജാഗയും എല്ലാം അതേപോലെ ആക്കിയെങ്കിൽ മാത്രം ഇസ്ലാമിൽ ഇബാദത്ത് പരിപൂർണമാവൂരേ. അതായിട്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ആ സ്വഹാബിരെ അല്ലെങ്കിൽ അവിടെ ആ പല്ലിൽ തെച്ചിട്ട് ആ ഹലക്കായിട്ട് നബിതങ്ങ പഠിപ്പാട്ടാത്തെ ഒരു പ്രത്യേകമായ ഒരു രൂപത്തിൽ ആക്കിയ ആൾമാർ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു എതിർക്കുകയില്ലെങ്കിലത്തെ കാരണം അതായിട്ട് ചൊന്തൈട്ടിക്ക്. അപ്പൊ നോക്കൊരു സഹോദരന്മാരെ, ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചൊന്നതായ സ്റ്റാർട്ടിങ്ങിൽ ചൊന്നതായ ഒരു 3-4 വിഷയം വെച്ചിട്ട് ഞങ്ങളെ റായത്ത് ഉണ്ട് റബീഉൽ അവ്വൽ തിങ്കളായിട്ടെങ്കിൽ എല്ലാ വർഷവും നിരന്തരമായിട്ട് ചർച്ച നടക്കുന്ന ഒരു വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണയുമായി ബന്ധപ്പെട്ട വിഷയം. എല്ലാ വർഷവും നിരന്തരമായിട്ട് ചർച്ച നടക്കരുത്. എല്ലാ രൂപത്തിലും അഭിപ്രായ പിന്നെ സംവാദവും ചർച്ചയും എല്ലാം നടക്കരുത്. അപ്പൊ ഇവിടെ ഒരു ഡയറക്റ്റായിട്ട് ഞങ്ങ ഈ ചൊന്നതായി ഇസ്ലാം എന്തിനെ പഠിപ്പാട്ട് അതിനെ വെച്ചിട്ട് ഈ വിഷയത്തെ ഞങ്ങൾ എങ്ങനെ ചർച്ചാക്കാം, അല്ലെങ്കിൽ ഈ വിഷയത്തെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം. നോക്കൊരു വെരി സിമ്പിൾ. ഇപ്പം ഞങ്ങൾ ഫജ്റിന് മുന്നുള്ള 2 റക്അത്ത് ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൊന്തേണ്ടതായിട്ട്. ഫജ്റിന് മുന്നുള്ള ഞങ്ങൾ 2 റക്അത്ത് സുന്നത്ത് ഞങ്ങൾ നിസ്കരിക്കുക. ഒരാൾ ഞങ്ങളുടെ കേട്ടിട്ട് എന്തൊക്കെ ഫജ്റിന് മുന്നുള്ള നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കരേ, നീ ഫജ്റിൽ പിന്നെ നിസ്കരിക്കില്ലല്ലേ, ഫജ്റിന് മുന്നുള്ള നീ നിസ്കരിച്ചോല്ല, അത് 4-3 നിസ്കരിക്കല്ലേ, നീ 2 ഇട്ടിക്കറ് നിസ്കരിക്കുക. അതുക്കുള്ള കാരണം എന്തേ? വെരി സിമ്പിൾ ആയിട്ടിക്കറ്. ചിലപ്പോൾ അതിലെ ഹദീസ് എന്തും ഞങ്ങൾ കാണാണ്ട് പഠിച്ചിട്ടിക്കല മാത്രം ഞങ്ങളുടെ ആൻസർ ഉണ്ട്. എന്തൊരു ആൻസർ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാട്ടിര് അതുകൊണ്ടായിട്ടിക്കറ്. നിസ്കാരത്തിൽ പിന്നെ നീನು 33 സുബ്ഹാനല്ലാഹ് ചൊന്നൂല്ല, അല്ലെങ്കിൽ അതിലെ വ്യത്യസ്തമായ കണക്ക് ചിലപ്പോൾ ഹദീസിൽ 10-12 അങ്ങനെ വേറെ വേറെ കണക്ക് ಬಂದು. അപ്പം എന്തിಗೆ നീ അങ്ങനെ ചൊന്നൂല്ലേ? ನಂಗೆ ಅದರ ಹದೀಸಿ ನಾ ಚೊನ್ನ ಬೋಲ ನಂಗೆ ಕಾಣಂಟಿ ಸ್ವಲ್ಪ ಗೊಂತಿಕಲ್ಲ ಮಾತ್ರ ಆನ್ಸರ್ ನಂಗೆ ಗೊಂತುಂಡು. ಎಂದ್ರೆ ಆನ್ಸರ್? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയത്. അതുകൊണ്ട് ഞാൻ എന്തിനാക്കുന്നത് അങ്ങനെ നാണ് അതിൽ ആക്കിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലതായിട്ട് ദീനിൽ ഏത് വിഷയ ഉണ്ടുണ്ടായി ഒരു ഇബാദത്ത് ദീനിലുണ്ടാ. ഞങ്ങൾ ഇപ്പം ഡിസ്കസ് ആക്കിയോല്ല ഇബാദത്തായ പോലെ ഞാൻ ഇബാദത്ത് ചൊന്നൂല്ല. ദീനിൽ എല്ലാ വിഷയം അങ്ങനെ ഇട്ടിക്കറ്. ഇപ്പം ഇബാദത്ത് ഞങ്ങൾ ഡിസ്കസ് ആക്കിയോല്ല. അപ്പം ദീനിൽ ഏത് ഇബാദത്ത് ഞങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിട്ടിക്കറ്, എന്തിക്ക് ഞങ്ങൾ ഇതാക്കിയോല്ലേ? അപ്പം അതിൻ്റെ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പാട്ടിയിൽ ചൊന്തുണ്ടായെങ്കിൽ പിന്നെ ഒരു മുസ്ലിമുക അപ്പുറം ഇപ്പുറം നോക്കുകയില്ല. അവനത് ആക്കണം. അവൻ്റെ സുന്നത്ത് വാജിബായതുണ്ടായെങ്കിൽ അവന് കമ്പൽസറി ആയിട്ട് ആക്കണം. സുന്നത്തുണ്ടായെങ്കിൽ അവനെ കൊണ്ട് ആവുറത്തර അവനത് ആക്കുകയും ശ്രമിക്കണു ചൊന്തായിട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഈ ജന്മദിന ആചരണം അഥവാ റബീഉൽ അവ്വൽ 12 ഉള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റ നാളുള്ളതായ ആ ആഘോഷം ചൊല്ലത് അതിലെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ആ വിഷയത്തിൽ ഞങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് 23 വർഷം ഇട്ട് നബി അല്ലാണ്ട് 40 വർഷം നബി അല്ലാണ്ട് ഇತ್ತು ಟೋಟಲ್ 63 ವರ್ಷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 62 റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഈ 62 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിന ആഘോഷ ആക്കിറ അതായിട്ടിക്കറ് നമുക്ക് പരിശോധിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആക്കിറ. അപ്പം ഇത് ആഘോഷിക്കുന്ന ആൾമാരെ അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നത് പ്രത്യേകമായ ഒരു ഇബാദത്തായിട്ട് കൊണ്ടു നടക്കുന്ന ആൾമാരെ ചൊല്ലുന്നതായിട്ടിക്കറ് അത് നബിയാക്കിയിട്ടില്ല, സ്വഹാബിരങ്ങാക്കിയിട്ടില്ല. അതേപോലെ അത് സ്വഹാബിരങ്ങളിൽ പിന്നെ വന്നതായ ആറുമതാക്കിയിട്ടില്ല. അത് ഹിജറ 300 പിന്നെ വന്നതായിട്ടിക്കറ് ചൊന്തു ആഘോഷിക്കുന്ന ആൾമാരെ അംഗീകരിക്കുന്നതായ വിഷയത്തിക്കറ്.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടില്ല ആ വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ ഇല്ലാത്ത. ഇനി മൂന്നാമത്തെ ಪಾಯಿಂಟ್ ಏಟಿಕ್ಕಿರೋ ಮುಸ್ಲಿಮಿನ ಎಂದ್ರಾಕೋಡು ಚೊಲ್ಲದು. ஒரு முஸ்லிம் ಎಂದ್ರಾಕೋಡು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜೀವನത്തിൽ ಅದು ಇಲ್ಲ ಅಂತ ಚೊಂತು ಆಘೋಷಿಕರ ಆಲ್ಮಾರೆ ಚೊಲ್ಲಾರು. ദീനിൽ ഏത് വിഷയവും ഞങ്ങൾ ആക്കണായത് നബിതങ്ങ പഠിപ്പാട്ടിയതുക്ക് അനുസൃതമായിട്ടായിട്ടിക്കറി ഏതൊരു ഇബാദത്തും ഞങ്ങൾ ആക്കണമെങ്കിൽ അത് നബിതങ്ങ പഠിപ്പാട്ടനുണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയ. ഇനി മുസ്ലിം എന്തിനാക്കണു ചൊന്തു ഞങ്ങൾ ഞങ്ങളെ ലോജിക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഇങ്ങെത്ത് ചിന്തിച്ചെങ്കിൽ അത് കുറേ ഒരു ആൻസർ ആയിട്ടിക്കറി ನಾನು ಪಾಟು ಚೊನ್ನೆ. ಆಯಿಷ റളിയല്ലാഹു അൻഹ ഹദീസ് മൻ അഹ്ദഥ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ഈ ദീനിൽ ഇല്ലാത്തതിൽ ഒരാൾ ആഡ് ആക്കിയിട്ടായെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് അക്സെപ്റ്റ് ആക്കിற ഒരു ബാധ്യതയും ഒരു മുസ്ലിമുക്ക് ഇല്ല ചൊന്നതായിട്ടിക്കറ് ಅದರ ಆನ್ಸರ್ ചൊല്ലത്. സഹോദരന്മാരെ ഉടനങ്ങ മനസ്സിലാക്കുക ഇതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരല്ലേ ഈ ആഘോഷിக்கிறതായ ആൽമാർ ആഘോഷിക്കാത്തങ്ങ അല്ലെങ്കിൽ ആഘോഷിക്കിற വേണ്ട ചൊല്ല ആൽമാരെ വിഷയത്തിൽ ഭയങ്കര ആരോപേന്ദ്ര ഇട്ടിക്കറ്. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊಟ್ಟಿಗೆ ಪಿರ್ಸ ಇಲ್ಲ, ಈಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ರೆಸ್ಪೆಕ್ಟ್ ಹಾಕಿಲ್ಲ, ಈಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರೊಟ್ಟಿಗೆ ಬಹುಮಾನ ಕಾಟಿಲ್ಲ ഒരിക്കലുമല്ല. നമുക്കൊരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഒരു സ്വന്തം ശരീരത്തെ കാട്ടിയും നമുക്ക് മുട്ട ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട്. അതിൽ യാതൊരു സംശയവും ഒരു മുസ്ലിമുക ആ വിഷയത്തിൽ കൂത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള 8 വിഷയത്തെ അള്ളാഹു എടുത്തു ചൊല്ലൊരു പലക്കുണ്ട്. സൂറത്തു അത്തൗബത്തിലായിട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചൊല്ലത് ഖുൽ ഇൻ കാന ആബാഉക്കും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. 8 വിഷയത്തെ അല്ലാഹു ഈ ആയത്തിൽ ചൊന്ന. ഈ 8 വിഷയത്തെ പ്രത്യേകത എന്നാൽ ഈ 8 വിഷയവും ഒരു വ്യക്തിക്ക് ദുനിയാവിൽ അവനുക്ക് അവോയ്ഡ് ആക്കുകയില്ല. ഏതെങ്കിലും രൂപത്തിൽ അവനുക്ക് ഈ 8 വിഷയം അനിവാര്യമായിട്ടിക്കർ. ആ 8 വിഷയത്തെയും അള്ളാഹു ചൊന്നൽ പിന്നെ ചൊല്ലത് ഒരു മനുഷ്യ ഈ 8 വിഷയത്തുക്ക് അള്ളാഹുടെ ആൻറ്റിയും അള്ളാഹുടെ റസൂലുടെ ആൻറ്റിയും പ്രാധാന്യം കൊടുത്ത, അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ 8 കാര്യത്തെ ഈ 8 ബസ്തുണ്ടല്ലേ ഇതുക്ക് അള്ളാഹുടെ ആൻറ്റിയും അള്ളാഹുടെ റസൂലുടെ ആൻറ്റിയും ഇതിരെ ഇഷ്ടപ്പെട്ടേണ്ടായെങ്കിൽ ഫതറബ്ബസു, അള്ളാഹുരെ ശിക്ഷ പണ്ടതിൽ അവന് കാത്തു നിൽക്കട്ടുണ്ടായിട്ടിക്കർ. എന്തൊരു 8 വിഷയ? കൊല്ലിങ്കാൻ ആബാവുക്കും നിങ്ങളെ അബ്ബ ഉമ്മ, അതേപോലെ അബ്നാവുക്കും നിങ്ങളെ മക്ക, വൈഹ്വാനുക്കും നിങ്ങളെ സഹോദരന്മാർ നിങ്ങളെ ബ്രദേഴ്സ്, വസ്വാജുക്കും നിങ്ങളെ പെഞ്ഞായിമാർ, വഅശീറത്തുക്കും നിങ്ങളെ കുടുംബ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹ നിങ്ങളെ സമ്പത്ത്, വതിജാറത്തൻ നിങ്ങളെ കച്ചവടം നിങ്ങളെ ബിസിനസ്, വമസാക്കിൻ നിങ്ങളെ അവ. അങ്ങനെ ഇത് ഈ ചൊന്ന ഒന്നും ഒരു മനുഷ്യക്ക് അവോയ്ഡ് ആക്കുള്ളതല്ല. അവനക്ക് ദുനിയാവിലെ എല്ലാ സന്ദർഭത്തിലും ആവശ്യമുള്ളതായിട്ടിക്കൃതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ഇത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുരക്കാൻറ്റിയും അള്ളാഹുടെ റസൂലരക്കാൻറ്റിയും നിങ്ങൾക്ക് പ്രാധാന്യം ഉള്ളത് ഉണ്ടായെങ്കിൽ അള്ളാഹുരക്കാൻറ്റിയും അള്ളാഹുടെ റസൂലരക്കാൻറ്റിയും നിങ്ങൾ ഇതിക്ക് ഇഷ്ട യാറെ വെച്ചാറുണ്ടായെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബു അത് ബണ്ടതിരെ നിങ്ങൾ കാത്തുതീക്കുറിച്ചു ಅಂತ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നുല്ല. അപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊಟ್ಟಿಗೆ മഹബ്ബത്തില്ലാത്തത് കൊണ്ടിട്ട, ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട, റെസ്പെക്ട് ഇല്ലാത്തത് കൊണ്ടിട്ട അല്ല. പിന്നമ റെസ്പെക്ട് യാറെ ഉള്ളത് കൊണ്ടിട്ട ഇട്ടിക്കറ് ഇതിരെ ഒരു വിഭാഗ ആൽമാർ ആക്കാണ്ടിക്കരെ ചുന്തു ഞങ്ങളുടെ മനസ്സിലാക്കണം. കാരണം എന്തേ ഉലമാക്കന്മാർ ചൊല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായാൽ പിന്നെ നബിരൊട്ടികളുടെ പിർസത്തെ ഞങ്ങൾ എങ്ങനെ കാട്ടണം? 4 രൂപത്തിലായിട്ടിക്കറ് നബിരൊട്ടികളുടെ പിർസത്തെ ഞങ്ങൾ കാട്ടണായത്. ഇതിക്ക് മുന്നുള്ള ഒരു ക്ലാസ്സിൽ ഞങ്ങൾ അതിനെ കൂടെ എക്സ്പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഞാൻ 4 രൂപത്തിലായിട്ടിക്കറ് താഅതുഹു ഫീമാ അമറ. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പഠിപ്പാട്ടിര അതിൽ നബി തങ്ങളെ ഫോളോ ആക്കര്. വതസ്ദീഖുഹു ഫീമാ അഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എന്തെല്ലാം ചൊന്തಂದ್ರ അതിരെ വിശ്വസിക്കര്. സ്വർഗ നരക മഹ്ശറ ഖബർ എന്തെല്ലാം നബി പഠിപ്പാട്ടിര അതെല്ലാം അതേപോലെ ഞങ്ങൾ വിശ്വസിക്കര്. വജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കു തീരാണ്ട് ചൊന്നത് എന്തെല്ലാം ഉണ്ടാ അതിൽ നിന്നിട്ട് പുട്ടു നിക്കരെ. നാലാമത്തേതുണ്ട് എന്തിരെ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. നാലാമത്തേത് എന്തിരെ നിങ്ങൾ അള്ളാഹുടെ ഇബാദത്തെടുക്കുക തീറ എങ്ങനല്ലാണ്ട് അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ശറആക്കി തന്ന രൂപത്തിൽ അല്ലാണ്ട് അള്ളാഹുരെ നിങ്ങൾ ഇബാദത്തെടുക്കുക തീറ. എങ്ങനെ അള്ളാഹുരെ നിങ്ങൾ ഇബാദത്തെടുക്കണം? എന്നൊരു അർത്ഥത്തിൽ എന്നൊരു പല സെന്റൻസിൽ ചൊന്നെങ്കിൽ അള്ളാഹുരെ നിങ്ങൾ ഇബാദത്താക്കണം. എങ്ങനെ ഇബാദത്താക്കണം? അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പാട്ടി തന്നറ അങ്ങനെ നിങ്ങൾ അള്ളാഹുരെ ഇബാദത്താക്കണം.
അപ്പോൾ അവിടെ ക്ലിയർ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയാൽ പിന്നെയും നബിരൊട്ടിಗೆ എങ്ങനെ മഹബത്ത് കാട്ടണം അതായിട്ടിക്കൂടെ ഉലമാക്കന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. എങ്ങനെ ഞങ്ങൾ മഹബത്ത് കാട്ടണം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ എല്ലാ പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുന്നത്, ആരും നിഷേധിക്കുന്നതായ ഒരു വിഷയമല്ല. അപ്പോൾ എങ്ങനെ ഇബാദത്ത് എടുക്കണം, നബി എങ്ങനെ പഠിപ്പാട്ടി അങ്ങനെ ഇട്ടിക്കുന്നത് ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് എടുക്കണായത്. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തില്ല ഈ ഒരു ജന്മദിന ആചരണ ചൊല്ലിയ ഒരു വസ്തു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആഘോഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ല ചൊല്ലത് വെരി ക്ലിയർ ആയിട്ടിക്കർ. അപ്പോൾ നബിതങ്ങളെ ಯಾರ ಪಿರ್ಸ ಉಳ್ಳೋನು, ನಬಿತங்கள்ட்ட ಯಾರ ರೆಸ್ಪೆಕ್ಟ್ ಉಳ್ಳೋನು, ನಬಿತಂಗಗೆ ಯಾರ ಬಹುಮಾನ ಕಾಟ್ರೋನು ಅವನು ಎಂದರಾಕೋನು, ಅವನು ಇದರ ಫಾಲೋ ಹಾಕೋನು. സ്വാഭാവികമായിട്ടും അതിനെ ഫോളോ ആക്കുമ്പോൾ നബിതങ്ങളെ ജീവിതത്തിൽ ഇല്ലാണ്ടായെങ്കില. ഇനി നോക്കൊരു സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ, നബിരെ സ്വഹാബിരങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആരും ഈ ദുനിയാവിലില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിരങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ 10 പോലും ഞങ്ങൾക്ക് ആ നബിരൊട്ടിಗೆ മഹബത്ത് കാട്ടുക ഞങ്ങൾക്ക് സാധ്യമില്ല. അത്രത്തോളം എവിടത്തോളം സഹാബിരങ്ങൾ ചൊന്ന പലക്കെതിരെ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ. ഞങ്ങളെ ഉമ്മമാരാൻറ്റിയും ഞങ്ങളെ അബ്ബരാൻറ്റിയും ഞങ്ങളെ സഹോദരന്മാരാൻറ്റിയും ഞങ്ങളെ സമ്പത്തിരാൻറ്റിയും ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളെ നബിരായിട്ടുണ്ട്. അത് ഞങ്ങളെ ജീവനത്തിലുണ്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ മദീനത്തിൽ നിൽക്കുക പോലും തയ്യാറാവാത്ത സ്വഹാബിരങ്ങൾ ചരിത്രം ഞങ്ങൾ ചില ഭാഗത്ത് ഞങ്ങൾ പഠിക്കുക. മദീനത്ത് നിൽക്കുക തയ്യാറാവാത്ത ആൾമാർ പല സ്വഹാബിരങ്ങൾ, ഒരു സ്വഹാബിരതൊന്നുമല്ല, ഇത്രമാ ചില സ്വഹാബിരങ്ങളെ ജീവൻ അങ്ങനെ നിൽക്കാണ്ട് പിന്നെ മദീനത്തിൽ നിൽക്കുക റെഡിയാവാത്തതായ സ്വഹാബിരങ്ങൾ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ഹിജറ പോകുമ്പോഴത്തേക്കും ആ നബിരൊട്ടിಗೆ സ്വഹാബിരങ്ങൾ കാട്ടിയതായ മഹബത്ത് ഒട്ടിಗೆ പോണുക റെഡിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുറാറിട്ട് ഗ്യാരണ്ടി എന്നിട്ട് നബി തങ്ങളെ ബെഡിൽ കിടക്കുക റെഡിയായ അലി റളിയല്ലാഹു അൻഹു പോലത്തെ സ്വഹാബിമാർ ഇങ്ങനെ പോലെ എന്തും നബിരെ ഇഷ്ടപ്പെടുക മഹബത്ത് കാട്ടുക ഒരിക്കലും ഞങ്ങൾക്ക് സാധ്യമില്ല. ആയെങ്കിൽ ആ നബി തങ്ങളെ ഇത്രമാത്രം മഹബത്ത് വെച്ചതായ ഈ സ്വഹാബിരങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇത് കാണുക സാധ്യവറ ഒരിക്കലുമില്ല അല്ലെ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് ചൊല്ല നബി സ്വന്ത ജന്മദിനാചരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി തിക്കല. കാരണം സ്വന്ത ജന്മദിനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ 2 വർഷ ചില്ലർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫായിട്ടുണ്ട്. പിന്നെ ഹിജറ 40 ഈ 4 ഖലീഫമാരും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ 4 സ്വഹാബിമാർ ഹിജറ 30 വർഷത്തോളം ഇങ്ങനെ 4 ആൾ ഖലീഫമാരായിട്ടിരുന്നാർ. നിങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർക്ക അല്ലേ. ഒരു റബീഉൽ അവ്വൽ 12 അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഇങ്ങനെ ബിൽച്ചിട്ട് അങ്ങോട്ട് ചൊല്ലിട്ട് എന്തരേ ഇതാ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റ നാളായിട്ട് ഇക്കറ് ഞങ്ങൾക്ക് എന്തരേ ഇണ്ടത്തെ പോലെ ഗ്രാൻഡായിട്ട് എന്തും വേണ്ട. ഒരു ചെറിയ രൂപത്തിൽ ഒരു ഈത്തപ്പല കൊടുത്തിട്ട് ഇതാ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റനാൾ ഞങ്ങൾക്ക് ഉണ്ട്. നബി തങ്ങളെ സീറ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയം നമുക്ക് ഡിസ്കസ് ആക്കാം. ഒരു പ്രത്യേകമായ രൂപത്തിൽ എല്ലാവർക്കും ഒരു ഈത്തപ്പല ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ആക്കാം. ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ടാ? ഒരിക്കലും കാണുക സാധ്യമല്ല. ഈ 30 വർഷത്തെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്ക പോലും അങ്ങനെ സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ ഇതാക്കര ആൾമാർ പോലും അങ്ങനെ സംഭവിച്ചൊരു ചൊന്തു വാദിക്കറുമില്ല. അപ്പോൾ പിന്നെ അതിൽ ഡിസ്കഷൻ ഇല്ലല്ലേ. പിന്നെ ഹിജറ 110 സ്വഹാബിരങ്ങുന്നാണ് ലാസ്റ്റ് മരിക്കുന്ന സ്വഹാബി ഏറ്റവും ശരിയായ ചരിത്രപ്രകാരം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹിജറ 110. ഈ ഹിജറ 110 ഇന്ന സ്വഹാബിമാരിൽ ഒരു സ്വഹാബി പോലും അങ്ങനെ ആക്കിയതായിട്ട് എന്തില്ല, ഒരു ചരിത്രം നമുക്ക് കാണുക സാധ്യമല്ല. അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്ത നഫ്സിനെ കാട്ടിയും സ്വന്ത ജീവനത്തെ കാട്ടിയും ഇഷ്ടപ്പെട്ട് സ്വഹാബിരങ്ങളെ ജീവനത്തിൽ ഞങ്ങൾക്കിത് കാണുക സാധ്യമില്ല സഹോദരന്മാരെ. പിന്നെ അതുക ഉള്ള ഇസ്ലാമിലുള്ളതായ ബന്ധ അതുക എന്തിനെ ചുറ്റും ഞങ്ങളോട് ചിന്തിക്കണായിട്ട് പിന്നെ ഞങ്ങൾ ചരിത്രത്തെ എണും തെല്ല് ഡീപ്പായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി നോക്കാം. ഒരു ക്ലാരിഫിക്കേഷൻ നബിയും സ്വഹാബിമാരും ഒരു വിഷയത്തെ ഞങ്ങൾക്ക് പഠിപ്പാട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ തീർത്ത് പിന്നെ ഞങ്ങൾ യാറെ ഒരു എക്സ്പ്ലനേഷനുക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ല ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും നണ്ടിൽ പിന്നെ ഏറ്റവും നല്ല തലമാറു ചൊല്ലത് 3 തലമാറായിട്ടിക്കർ അഥവാ ഹിജറ 300 ഉള്ള ആൾമാറായിട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ. അപ്പോൾ അത് ഞങ്ങൾ ഒന്ന് നോക്കാം. 4 മദ്ഹബിലെ ഇമാമറകളുള്ള ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4 മദ്ഹബിൽ അറിയപ്പെട്ട മദ്ഹബിലെ ഇമാംമാരായിട്ടിക്കർ. അങ്ങനെ ജീവനത്തിൽ ഞങ്ങൾക്ക് ഇത് കാണുക സാധ്യമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവനത്തിൽ, ഇമാം അബൂ ഹനീഫയുടെ ജീവനത്തിൽ ഞങ്ങൾക്ക് എത്ര വലിയ കിതാബുണ്ട്, ഹദീസിലെ കിതാബുണ്ട്.
അല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുണ്ട്, ഇമാം അഹമ്മദ്ക്ക് ഹദീസിലെ കിതാബുണ്ട്, ഇമാം മാലിക്ക് കിതാബുണ്ട്, ഇമാം അബൂ ഹനീഫക്ക് കിതാബുണ്ട്. എനിക്കെല്ല ഫിഖ്ഹിലും അഖീദത്തിലും എല്ലാം എനിക്ക് കിതാബുണ്ട്. ഏതെങ്കിലും ഒരു കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അങ്ങ് ചൊന്നത് നിങ്ങൾക്ക് കാണുക സാധ്യമുണ്ട? ഇല്ല ചൊല്ലതായിട്ട് വാസ്തവിക്കത്തെ. ഇനി നിങ്ങൾ നോക്കൊരു മദ്ഹബിലെ ഇമാമരങ്ങളെ ഒട്ടികമേ ഹദീസിലെ കിതാബ് രചിച്ച ഉലമാക്കന്മാരെ നങ്ങൊന്ന് നോക്ക്, ഇമാമിങ്ങളെ നോക്ക്. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 17 വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വേണ്ടിയിട്ട് മാത്ര ജീവനത്തെ ഒരു വലിയ ഭാഗ 17 വർഷത്തെ എടുത്തു വെച്ചാലായിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയത്തിൽ 2 ക്ലാസ് ഞങ്ങൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. എത്രത്തോളം ഈ ദീനിക നബി തങ്ങളെ ഹദീസിനെ പ്രൊട്ടക്റ്റ് ആക്കുക അയാൾ പണിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ. ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരി ചൊല്ലിയ കിതാബുണ്ട്, അൽ അദബുൽ മുഫ്രദ് ചൊല്ലിയ കിതാബ് അയാൾ കൊണ്ടു, അഫ്ആലു ഖൽഖിൽ ഇബാദ്, അങ്ങനെ വേറെ വേറെ കിതാബ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ട്. ഏതെങ്കിലും ഒരു കിതാബിലും ഒരു പരാമർശ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഇമാം ബുഖാരി ആക്കിയത് നിങ്ങൾക്ക് കാണുക സാധ്യമുണ്ട? ഒരിക്കലും കാണില്ല ചൊല്ലത്. വേറെയും പിന്നെ ഹദീസിലെ കിതാബിലെ ഇമാമിങ്ങ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ പേരും ഞാൻ ചൊല്ലുള്ളൂ. ഏതായെങ്കിലും അവിടെ എന്തും ഞങ്ങൾക്കിത് കാണുക സാധ്യ ആവില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ പേര് ചൊല്ലാത്ത എത്രമാ വലിയ വലിയ ഇമാമിങ്ങ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിരാർ. വലിയ വലിയ കിതാബിൻ്റെ ഇമാമിങ്ങ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിരാർ. ഹദീസിലെ ഉലമാക്കന്മാർ കഴിഞ്ഞു പോയിരാർ. അവിടെ എന്തും ഇതില്ല സഹോദരന്മാർ, എവിടെയും അത് ഞങ്ങൾക്ക് കാണുക സാധ്യമില്ല. അപ്പം ഇത് ഇസ്ലാമിലുള്ള സ്ഥാനം എന്തിരെ ഞങ്ങൾ ചിന്തിക്കണ്ടേ? ഇത്രയും ഞങ്ങളെ റായത്ത് 2 പെരുന്നാൾ റാൻറ്റിയും ഗൗജിൽ നടത്തുന്നതായ ഒരു ആഘോഷ ഇസ്ലാമിൽ 2 പെരുന്നാൾ റാൻറ്റിയും യാറത്തിൽ എവിടത്തോളം ലൈലത്തുൽ ഖദറിനെ കാണ്ടിയും ഇതൊക്കെ സ്ഥാനം ഉണ്ടുണ്ടായിട്ട് ചൊല്ലത്. അത് വെറുതെ ഏതെങ്കിലും റോഡിൽ പോണ്ട ആൾമാർ ചൊല്ലല്ല. നല്ല എയിമുണ്ട് ചൊല്ലക്കത്തെ തലക്കെട്ട് കെട്ടിട്ട് സ്പീച്ച് ആക്കർ ഇതേപോലെ സ്റ്റേജിൽ നിന്നിട്ട് സ്പീച്ച് ആക്കർ ഉസ്താദുമാർ ചൊല്ലിട്ട് മൈക്കര മുന്നിൽ ക്യാമറത്ത് മുന്നിൽ എന്തിരെ ലൈലത്തുൽ ഖദറിനെ കാണ്ടിയും ഈ 4 ശ്രേഷ്ഠത്തെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണം, ഇത് ചൊല്ലുമ്പോൾ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകുള്ള സ്ഥാനമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകുള്ള മഹത്വം എവിടും കൊറടിയാവില്ല. അത് അള്ളാഹു കൊറടി ആക്കിയിട്ടില്ല. വറഫഅനാ ലക ദിക്റക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മഹത്വം അത് അള്ളാഹു യാറമയാക്കി. അതിലെന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊറടിയാക്കിയ വിഷയമല്ല ഇവിടെ ഉള്ളത്. നേരെ മറിച്ചിട്ട് എവിടെ ഉണ്ടു നോക്കൂ, ലൈലത്തുൽ ഖദറിനെ കാണ്ടിയും ഖുർആനിൽ ചൊന്ന ഖൈറും മിൻ അൽഫി ഷഹർ ചൊന്ന ലൈലത്തുൽ ഖദറിനെ കാണ്ടിയും ശ്രേഷ്ഠത ഉണ്ട് ഈ ഒരു നാൾക്ക്. മാത്രം ആ നാൾ എവിടെയില്ല? നബിയുടെ ജീവനത്തിലില്ല, സ്വഹാബിരങ്ങളെ ജീവനത്തിലില്ല, താബിഈങ്ങളെ ജീവനത്തിലില്ല, മദ്ഹബ് ഇമാമരങ്ങളെ ജീവനത്തിലില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ആലിമരെ ഒരു ഇമാമരെ ജീവനത്തിലും ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. അപ്പം അതിക്ക് എന്തിനായിട്ടിക്കും ഇസ്ലാമിലുള്ള ഒരു സ്ഥാന ചൊന്നിട്ടായി. അപ്പം ഞങ്ങൾ ആലോചനാക്കണമായിട്ടിക്കറ അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ആൾമാർ, അതിക്ക് സപ്പോർട്ടാക്കുന്ന ആൾമാർ, അതിൽ പ്രൊമോട്ടാക്കുന്ന ആൾമാർ ഗൗരവത്തിൽ ഞങ്ങൾ ഈ വിഷയത്തെ ഞങ്ങൾ ചിന്തിക്കും. അപ്പം ഞങ്ങൾ ഇത് ഇങ്ങാരും തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ചൊന്ന. പിന്നെ ആറ് ഇതിരെ സ്റ്റാർട്ടാക്കി ഒരാൾ ഇത് സ്റ്റാർട്ട് ആക്കണല്ലോ, എവിടെ ഇത് തുടങ്ങണമല്ലോ, എവിടെയെങ്കിലും ഇത് എവിടെ തുടങ്ങിയത് അവിടെ ഇട്ടിക്കറ് ഞങ്ങൾക്ക് കാണുക സാധ്യ. അവർ ഇത് ഫസ്റ്റ് തുടങ്ങിയത് സാധാരണ ഞങ്ങൾ ചൊല്ലെ ഹിജ്റ 600 ഒരു മലിക്കുൽ മുലഫർ ചൊല്ലെങ്കിത്തെ ഒരു രാജാവ് ഇട്ടിക്കരുത് തുടങ്ങിയതുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. ചരിത്രം ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ ഇത് സ്റ്റാർട്ടായത് ഹിജ്റ 300 ചില്ലറ, ഹിജ്റ 300 400 മുട്ട അവരൊക്കെ ഹിജ്റ 3 കഴിഞ്ഞിട്ട് ഹിജ്റ 400 മുട്ടത്തെ ഒരു കാലഘട്ടത്തിലായിട്ടിക്കർ ഹിജ്റ 362 ആയിട്ടിക്കർ ഇതിരെ പ്രാരംഭ ചൊല്ലത് നമുക്ക് കാണുക സാധ്യവും. എന്തിനാ ഇതിരെ പ്രാരംഭ ചൊല്ലത് നോക്കൂ. അബ്ബാസിയ ഭരണകാലം അഥവാ ഖലീഫമാരെ കാലത്തിൽ പിന്നെ അമവി ഭരണകൂടത്ത്, ആ അമവി ഭരണകൂടത്തിൽ പിന്നെ വന്നതായ ഇസ്ലാമിക ലോകത്ത് വന്നതായ ഭരണകൂടം ഇട്ടിക്കർ അബ്ബാസി ഭരണകൂടം. ആ അബ്ബാസി ഭരണകൂടത്തെ ഒട്ടികൾ നിന്നിട്ട് ദൂരെ പോയെങ്കിൽ അതിൽ നിന്നിട്ട് പറത്തു പോയെങ്കിത്തെ ഉബൈദിയ ചൊല്ലെങ്കിത്തെ ഒരു വിഭാഗ ആൾമാർ, ഉബൈദിയ അല്ലെങ്കിൽ ഫാത്തിമിയ ചൊന്ന് അറിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയതായ അങ്ങനെ ഒരു എന്തിനാ ചൊല്ല ഒരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജഭരണം, ആ ആൾമാരായിട്ടിക്കറാറ് ഇതിരെ സ്റ്റാർട്ടാക്കിയതായ ആൾമാർ. അങ്ങ 5 ആൾമാരെ ജന്മദിന ആചരണങ്ങ സ്റ്റാർട്ടാക്കിയാർ. അതിൽ ഇണ്ട് 1 മാത്രം ഞങ്ങൾ റായത്ത് നടന്നില്ല, ബാക്കി അത്ര പ്രചാരത്തിൽ നടന്നില്ല. ചെറിയ രൂപത്തിലുള്ള ചില ജാഗയിലുള്ള കേരളത്തിൽ ചില ജാഗയിലുള്ള നടന്നുകൊണ്ട്, നോർത്ത് ഇന്ത്യയിലുള്ള ചില ജാഗയിൽ ബാക്കിയും നടക്കരുത്. ഞങ്ങൾ റായത്ത് 1 മാത്രം നടന്നില്ല. ഏത് 5 ജന്മദിനാചരണം ആരംഭിക്കി? 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണം, രണ്ടാമത്തേത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാചരണം,
3 ഹസൻ റളിയല്ലാഹു അൻഹു, 4 ഹുസൈൻ റളിയല്ലാഹു അൻഹു, 5 ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഈ 5 ആൾമാരെ ജന്മദിന ആചരണടെ അങ്ങ് സ്റ്റാർട്ടാക്കിയാർ. എപ്പോൾ സ്റ്റാർട്ടാക്കിയത്? ഹിജറ 362 പിന്നെ, അല്ലെങ്കിൽ ഹിജറ 362 ഇവിടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ 5 ആൾമാർക്ക് ഇസ്ലാമിലും വലിയ സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അതിൽ പിന്നെ വന്ന 4 ആൾമാർക്കും ഇസ്ലാമിൽ എന്തുണ്ട്? വലിയ സ്ഥാനമുണ്ട്. സഹാബിമാരായിട്ട് അഹ്ലുൽ ബൈത്തിൽ പെട്ടങ്ങായിട്ടിക്கிறாർ. മാത്രം ഇസ്ലാമിലും ഞങ്ങ ഒരു സ്ഥാനത്തെ എണ്ണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഫസ്റ്റ് ഞങ്ങൾ എണ്ണുന്നത് അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ ഇട്ടിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിലെപ്പം ഞങ്ങൾ സ്വഹാബിരങ്ങളെ സ്ഥാനവും, ഇസ്ലാമുൽ ഔലിയാക്കന്മാരെ സ്ഥാനവും, ഇസ്ലാമുൽ സ്വാലിഹീങ്ങളെ സ്ഥാനവും എല്ലാം ഇങ്ങനെ ഇട്ടിക്കറ്. അപ്പൊ ഈ ഫസ്റ്റത്തെ 3 ആൾമാരെയും വിട്ടിട്ടു അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇങ്ക് പ്രാധാന്യം കൊടുക്കറ, ഇങ്ക് മാത്രം പ്രാധാന്യം ഞങ്ങൾ കൊടുത്തോള്ള ചൊല്ലിട്ട് ഒരു വിഭാഗാറ് ഞങ്ങൾക്ക് കൊണ്ടുണ്ട്. അത് ഷിയാക്കന്മാരായിട്ടിക്കാർ. അപ്പൊ ഈ ഫാത്തിമിയ ചൊല്ലിട്ട് അല്ലെങ്കിൽ ഉബൈദിയ ചൊല്ലിട്ട് ഈ ഭരണകൂട അല്ലെങ്കിൽ ഈ ആൾമാർ അങ്ങ ഷിയാക്കന്മാരായിട്ടിന്നാറ് ചൊന്തു ഞങ്ങൾക്ക് ചരിത്രത്തിൽ നിന്നിട്ട് മനസ്സിലാക്കൂ സാധ്യവർ. നോക്കൊരു മാത്രമല്ല അങ്ങനെ വിഷയത്തിൽ ചൊല്ലത് ഞങ്ങൾക്ക് കാണുക സാധ്യവർ. അങ്ങ് ഒരിക്കലും എന്തരല്ലാത്ത ഒരു നല്ല ഒരു ഭരണത്തെ ആൾമാരല്ല, ഭയങ്കര ആൾമാർക്ക് ദുൽമ കാട്ടി ഇന്നത്തെ ആൾമാരല്ലായിട്ടിന്നാറ്. മാത്രമല്ല അങ്ങനെ പ്രത്യേകത എന്തേ അങ്ങ പിന്നെ ഇസ്ലാമുമായിട്ടേ ഒരു ബന്ധമില്ലാത്ത ഒരു വിഭാഗം ആൾമാരായിട്ടിന്നാറങ്ങ. അങ്ങനെ വിഷയത്തിൽ ചൊല്ലത് യുബ്തിനൂനൽ കുഫ്റ വസ്സന്ദഖ, അങ്ങനെ ഉൽഗ കുഫറും അതേപോലെ സന്ദഖ ചെന്നെങ്കിൽ ഈ ഏത്തീസം അല്ലെങ്കിൽ ഇസ്ലാം റൊട്ടിക്കുള്ള അർസ കുഫറായിട്ടിക്കറങ്ങളെ മനസ്സുറ ഉൽഗ ഇന്നത്. മാത്ര കുഫർ പറത്തു ചൊന്നുണ്ടായെങ്കിൽ ആൾമാരങ്ങളെ കൊട്ടിക കൂടില്ല. അത് അങ്ങ് എന്താക്കിയാൽ അങ്ങനെ വിഷയത്തിൽ ചൊല്ലത് വയുദ്ഹിറൂന തശയ്യുഅ ലി അഹ്ലിൽ ബൈത്ത്, ആൾമാരങ്ങളെ അക്സെപ്റ്റ് ആക്കലാണ്ട് പേടിച്ചിട്ട് ഉൽഗ കുഫർ ഒൺപാട്ടി വെച്ചിട്ട് പർത്തുക ഞങ്ങൾ അഹ്ലു ബൈത്തുറൊട്ടിക പിർസവുള്ള ആൾമാർ, ഞങ്ങൾ അഹ്ലു ബൈത്തര ആൾമാർ, നബിയുടെ കുടുംബത്തെ സംരക്ഷിക്കുക വന്ന ആൾമാർ ചൊന്തു പർത്തുക അങ്ങ് കാട്ടിയാർ. ഉൽഗങ്ങളെ മനസ്സിൽ എന്തുണ്ട്? കുഫറുണ്ട്. ഇങ്ങനെ പരമ്പര ഞങ്ങൾ അന്വേഷിച്ചു പോയെങ്കിൽ ഇങ്ങനെ ഒരു അബ്ബ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോബായിട്ടുള്ള വ്യക്തി അയാളൊരു യഹൂദിയായിട്ടുണ്ട് ചൊന്തായിട്ടിക്കർ ചില ചരിത്രകാരന്മാർ ചൊല്ലത്. അങ്ങനെ ഉള്ള ആൾമാർ സ്വഹാബിരങ്ങൾക്ക് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത, ഇസ്ലാമുടെ ചരിത്രത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ട ഹിജറ 300 തോല ഉള്ള ഒരു ഇമാമുക്കും പരിചയമില്ലാത്ത ഒരു വിഷയത്തെ കൊണ്ടുവന്ന ആൾമാരാറ് അങ്ങ് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത്തെ മനസ്സുറ ഉൽഗ കുഫർ എടുത്തു വെച്ചിട്ട് കുഫർ ഒണിപ്പാട്ടി വെച്ചിട്ട് പർത്തുക ഞങ്ങൾ അഹ്ലു ബൈത്തുറൊട്ടിക പിറുസവുണ്ട് ചൊന്ന ഷിയാക്കന്മാരായിട്ടിക്കാറ് ഇതിനെ തുടങ്ങി വെച്ചത്. അപ്പം അവിടെ എത്രത്തോളം ഇതൊരു മുസ്ലിം പ്രാധാന്യം കൊടുക്കണോ ചൊന്നത് ഇത് തുടങ്ങി വെച്ച ആൾമാരിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് തുടങ്ങി വെച്ച ആൾമാരാറ് അത് വെച്ചിട്ട് മാത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യവരു ഇത് ഇസ്ലാമിലു എത്രമാത്രം സ്ഥാനമുണ്ട് ചൊന്തു. ഇതായിട്ടിക്കറ് ഇസ്ലാമിക ലോകത്ത് ഉലമാക്കന്മാർ, ചരിത്രകാരന്മാർ ഈ വിഷയത്തിൽ ചൊല്ലത് നാം കാണുക സാധ്യവരുത്. ഹിജറ 362 തുടങ്ങിയിട്ട് ഈജിപ്തിലായിട്ടിക്കർ ഇത് തുടങ്ങിയത്. ഫസ്റ്റ് നബിദിനാചരണ ചൊല്ലത് ഇങ്ങ് തുടങ്ങിയത് ഹിജറ 362 ഈ 5 ആൾമാരെ ജന്മദിനാചരണയും അങ്ങ് സ്റ്റാർട്ടാക്കിയാറ്. അത് ഹിജറ 467 തോലും അങ്ങ് അതിനെ കണ്ടിന്യൂ ആക്കിയാറ്. അല്ലെങ്കിൽ അങ്ങനെ ഭരണകൂട ഹിജറ 467 തോലിന്ത് അത്രത്തോളം ഇത് അങ്ങനെ ഇടയിൽ പ്രചാരത്തിൽ ഇന്ത് ചൊന്തു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നമുക്ക് കാണുക സാധ്യവരും. അപ്പം അതുകൊണ്ടിട്ട് ക്ലിയർ ആയിട്ടിക്കറ് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഷിയാക്കന്മാർ തുടങ്ങിയതായിട്ടിക്കറ്. അങ്ങ് തുടങ്ങിയത് ഒരിക്കലും ഇസ്ലാം റൊട്ടിക്കുള്ള പിർസത്തിലായിട്ടിക്കില്ല. ഒന്നെങ്കിൽ ഇസ്ലാം റൊട്ടിക ശത്രുത കാട്ടുകൂ, അതല്ലെങ്കിൽ ഞങ്ങൾ അഹ്ലു ബൈത്തര ആൾമാർ ചൊന്ത ആൾമാർക്ക് കാട്ടുകൂ. അങ്ങ് തുടങ്ങി വെച്ച ഒന്നുകൂ ഇസ്ലാമിലു യാതൊരു പ്രാധാന്യത്വം ഇല്ല ചൊല്ലത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ആവശ്യകതയില്ല. ഇനി സഹോദരന്മാരെ ഒരു വിഷയ തങ്ങളുടെ മനസ്സിലാക്കുള്ളത് ഇത് ഇതിനെ ഒരു ഈദായിട്ടായിട്ടിക്കറിങ്ങ പ്രചാരക്കത് അല്ലെങ്കിൽ ഈദായിട്ട് ഈദ് മീലാദ് ചൊല്ല. എന്തിനാ ഈദ് ചൊന്നുണ്ടായെങ്കിൽ ഇസ്ലാമിലും ഈദ് ചൊന്നുണ്ടായെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ഇൻസിഡൻറ്റ് ബേസ് ആയിട്ട് എല്ലാ വർഷവും ആ ഇൻസിഡൻറ്റ് സംഭവിച്ച ഡേറ്റിൽ പ്രത്യേകമായ ഒരു ആചാര, പ്രത്യേകമായ ഒരു പിന്നെ ഒരു ആ നാളുക ഒരു പ്രത്യേക എല്ലാ വർഷവും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഈദിണ്ടായിട്ടിക്കർ ചൊല്ലത്. അത് ഞങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ നബിദിന ആചരണക്ക് മാത്രമല്ല, അത് ബർത്ത്ഡേക്കും അത് ബാധകമായിട്ടിക്കർ, ആനിവേഴ്സറിക്കും അത് ബാധകമായിട്ടിക്കർ. ആ രൂപത്തിൽ ഏതെല്ലാം നാളുണ്ട് ആ നാളുകളിലും അത് ബാധകമായിട്ടിക്കർ. അതെല്ലാം ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതായിട്ടിക്കർ. ഇസ്ലാമുക്ക് എന്തില്ല, അതൊക്കെ ബന്ധമില്ല. ചില ആൾമാർ നബിദിനാചരണം മീലാദു നബി ഈദ് മീലാദുള്ള ഭയങ്കര ശക്തമായിട്ട് എതിർക്കാറ്, സ്റ്റാറ്റസ് എല്ലാം ഇടാറ്. അതേ ആൾമാർ
മക്കളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കുറാറ്, അതേപോലെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ആക്കുറാറ്, അതൊന്നും നമുക്ക് പ്രോബ്ലം ഇക്കില്ല. ഇത് മീലാദ് ಬಂದಂಗೆ ಅದು ಬಿದഅത്ത് ചൊല്ലാൻ ഞങ്ങളെ സ്വന്തം നബിരെ ഞങ്ങളെ സ്വന്തം മക്കളാൻറ്റിയും സ്വന്തം നഫ്സറാൻറ്റിയും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിരെ ജന്മദിനാചരണ ആക്കുകയെ ഞങ്ങൾക്ക് അലൗഡ് ഇല്ല. പിന്നെ ഞങ്ങളെ മക്കളെ നബിദിന ആക്കുക ഞങ്ങൾക്ക് എവിടെ അലൗഡ് ആവറേ? അത് പിന്നെ ഒരു വിഷയട്ടിക്കർ, ഞങ്ങൾ ഗൗരവത്തിൽ കാണണ ഒരു വിഷയട്ടിക്കർ. അപ്പോൾ ഏതും ആ രൂപത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട് എല്ലാ വർഷവും ആ ഇൻസിഡൻറ്റ് സംഭവിച്ച നാളൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിച്ചെങ്കിൽ അത് ഇസ്ലാമിലു ഈദായിട്ടിക്കർ. ഇസ്ലാമിലു ഈദ് എന്തായിട്ടിക്കർ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നപ്പോൾ മദീനത്തിലെ അൻസാരിമാരായ സ്വഹാബിമാർ 2 നാളുകൾ പ്രത്യേകമായിട്ട് ഈദായിട്ട് കണ്ടുപോയിന്നാർ. അല്ലെങ്കിൽ ആ 2 നാൾ അങ്ങ് പ്രത്യേകമായിട്ട് തെല്ല് പിന്നെ അങ്ങനെ കൊസിപ്പടകുള്ള നാളായിട്ട് അങ്ങ് കൺസിഡർ ആക്കിയെന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് ഈ 2 നാൾ എന്തിരെ ഇതിരെ പ്രത്യേകത? അപ്പം അങ്ങ് ചൊന്നാർ, ഞങ്ങൾ ജാഹിലിയത്തിൽ പിന്നമേ ഒരു ഞങ്ങളെ ആഘോഷத்துக்கு വേണ്ടിയിട്ട് ഞങ്ങൾ കാണ്ടതായ ഒരു നാളായിട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചൊന്നു, ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഇതിരെക്കാട്ടിയും ഖൈറായതിരെ അള്ളാഹു നിങ്ങൾക്ക് ಬೇರೆ തന്നറ. അഥവാ ഈ 2 നാളിൽ നിങ്ങൾ ബുടറു, ഇതല്ലാത്ത 2 നാളിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നറ. അതായത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും ആ 2 നാൾ. അപ്പോൾ അതിരെ നിങ്ങൾ ആക്കರು ഇതും ആക്കರು ഉണ്ടല്ലോ, അതിരെ നിങ്ങൾ ബുടറു, ಅದಕ್ಕೆ ಬದಲಾയിട്ട് അള്ളാഹു നിങ്ങൾക്ക് എന്താക്കിയറ ಬೇರೆ 2 നാളിൽ തന്നറ. അപ്പോൾ ഇസ്ലാമിലു ഈദ് ചൊല്ലത് ഈ 2 നാൾ മാത്രം. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ആ ഈദരെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈദരെ അതേ രൂപത്തിൽ എന്ത് ഇസ്ലാമിൽ ഒരാൾക്കും ബന്ധുണ്ടായെങ്കിലും അത് ദീനുമായിട്ട് ബന്ധമില്ലല്ലേ? ചില ആൾമാർ അങ്ങനെ ചൊല്ലാർ, കിടാവുരെ ബർത്ത്ഡേ ಅದಕ್ಕೆ ദീനിൽ എന്തിനാ ബന്ധമുണ്ടു? ನಾನು കിടാവ് പെറ്റനാൾ ഒരു കുസിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കുറേ തെല്ല് സ്വീറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തെ, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇട്ടെ, അതിക്ക് ദീനുമായിട്ട് എന്തിനാ ബന്ധമുണ്ടു? ദീനുമായിട്ട് ബന്ധമുണ്ട്. ആ ರೀತಿ ഉണ്ടല്ലോ, ആ ರೀತಿ എല്ലാ വർഷവും അത് ആ സെയിം ഡേറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ബണ്ട് അതിക്ക് ഹസായിസ് അതിക്ക് പ്രത്യേകത കൽപ്പിക്കുന്നത് അത് ദീനുമായിട്ട് ബന്ധമുള്ളതായിട്ടിക്കറ. അങ്ങനെ ആഘോഷിക്കുക നമുക്ക് 2 നാൾ മാത്രം ഇസ്ലാമിൽ അലൗഡ് ഉള്ളേ. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും മാത്രമായിട്ടിക്കറ. വേറെ ഏത് നാളും അങ്ങനെ പ്രത്യേകത കൽപ്പിച്ചിട്ട് എല്ലാ വർഷവും ഒരു ഈദായിട്ട് ആഘോഷിക്കുക എന്നില്ല, നമുക്ക് അനുമതി ഇല്ല. അത് ദീനുമായിട്ട് ബന്ധമില്ല ചുറ്റു കാര്യമില്ല. ഒരു മുസ്ലിമരുടെ ജീവനത്തെ എല്ലാ വിഷയവുമുണ്ട് ദീനുമായിട്ട് ബന്ധമുള്ളതായിട്ടിക്കർ. അപ്പോൾ ഏതായെങ്കിലും ഞാൻ ചൊന്ന വിഷയ സഹോദരന്മാരെ, ആ രൂപത്തിൽ ഞങ്ങൾ നോക്കുന്നുണ്ടായെങ്കിലും എന്തിരില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജന്മ ദിനാചരണ ആക്കുക നമുക്ക് യാതൊരു മാർഗവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ കേൾക്കുന്നതായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അള്ളാഹുര ദീനിൽ അള്ളാഹു പഠിപ്പാട്ടാത്തതിരെ ഷറ ആക്കിയിട്ട് കൊമ്പൻ്റെ ആൽമാർ അങ്ങ് എവിടെ എത്തുറാർ? അള്ളാഹു ചൊല്ലെ അംലഹും ഷുറക്കാഉ ശറഉ ലഹും മിനദ്ദീൻ. അള്ളാഹു കേൾക്കുற ಅಂಕ ಶುರಕಾ ಪಾರ್ಟ್ನರ್ಸ್ ಮಾರುಲ್ಲಾರ. ಅಲ್ಲಾಹು ಕೇಳ್ಕರೆ ಅಂಕ ಪಾರ್ಟ್ನರ್ಸ್ ಮಾರುಲ್ಲಾರ. ಎಂದ್ರ ಪಾರ್ಟ್ನರ್ಸ್? ಶರഉ ಲಹುಂ ಮಿನದ್ದೀನ್ മാലം യഅ്ദനില്ലാഹു മാലം യഅ്ദൻ ബിഹില്ല. അള്ളാഹു ദീനിൽ അനുമതി കൊടുക്കാത്ത ഒരു വിഷയത്തെ ദീനിൽ ഒരു പുതിയ ഷറഇറെ കൊമ്പറോ അങ്ങ് പുതിയ പാർട്ട്നേഴ്സ് ഉള്ളാറാ. അള്ളാഹു അല്ലാണ്ട് ಬೇರೆ ആരെങ്കിലും അങ്ങ് ഉള്ളാറ ജൊಂತು താക്കീതിരെ സ്വരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കേൾക്കുന്നത് സൂറത്തു ഷൂറത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാണ്. അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയത്തിൽ ഇനി ഉദരെ പിന്നൊരു സ്റ്റെപ്പ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ, ഈ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളതുള്ള ജന്മദിനാചരണമല്ല, ഇത് പ്രാരംഭമായത് എവിടെ? അതിലെ ചരിത്രത്തെ പരിപൂർണമായിട്ട് ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ അത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. അത് പിന്നെ ഗ്രീക്ക് ഫിലോസഫിയിൽ ഗ്രീക്ക് സിവിലൈസേഷനിൽ നിന്നിട്ട് തുടങ്ങിയതായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ചൊല്ലത് ഉണ്ട്. അതിനെ ഒരു വലിയ സംഭവമായിട്ട് കൊണ്ടു നടന്നുള്ള ആറ് അത് യഹൂദിമാരും നസാറാക്കന്മാരുമായ ആൾമാരായിട്ടിരിക്കാർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഈ ദീനിൽ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഒരു കൗം അങ്ങനെ ആചാര വിചാരവുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെടാറ്, അതിനെ ഈ ദീനുമായിട്ട് കണക്ട് ആക്കുക ശ്രമിക്കാറുണ്ടായെങ്കിൽ ഫഹുവ മിൻഹും, അവൻ അങ്ങനെയിൽപ്പെട്ടവനായിട്ടിക്കറ. അപ്പം അങ്ങനെ നോക്കുന്നുണ്ടായെങ്കിലും ഇതെന്തരായിട്ടിക്കറ്? ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തതായിട്ടിക്കറ അല്ലേ? ഈസാ നബി അലൈഹിസ്സലാമരെ ജന്മദിനാചരണ ക്രിസ്ത്യൻസായ നസാറാക്കന്മാരായ ആൾമാറാക്കുറാർ. അപ്പം അതേപോലെ അണ്ട് ക്രിസ്ത്യൻസ് അങ്ങനെ ചർച്ചിലെ ചന്താക്കരതരെ കാട്ടിയും ചന്തത്തിൽ നൗദുബില്ല ഉണ്ട് മുസ്ലിം സമുദായത്തിൽ ആൾമാറാക്കരുത് നമുക്ക് കാണുക സാധ്യമാണ്. അപ്പം അങ്ങ് എന്തെല്ലാം ആക്കുറാർ? അങ്ങ ജന്മദിനാചരണയുടെ ഭാഗമായിട്ട് ഈസാ നബി അലൈഹിസ്സലാമു ചൊന്നിട്ട് അങ്ങ് എന്താക്കുറാറ്? പിന്നെ ഈസാ നബിയുടെ ചെറിയ പ്രായത്തിലുള്ള രൂപത്തിൽ മക്കളെല്ലാം മെറവണിക കൊണ്ടുപോകുമ്പോൾ
അതേ രൂപത്തിൽ കേരളത്തിലുള്ള ചില ജാഗയിൽ നമുക്ക് കാണുക സാധ്യം. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെറിയ പ്രായത്തെ അവലംബാക്കിയിട്ട് ചെറിയ മക്കളെ കൊണ്ടുപോകേണ്ടത്. അതേപോലെ അങ്ങ് ഈസാ നബി അലൈഹി സ്വലാം വരെ ജന്മദിനാചരണ ഭാഗമായിട്ട് കേക്ക് മുറിക്കുമ്പോഴത്തേക്കും ഊടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജന്മദിന ആചരണ ഭാഗമായിട്ട് കേക്ക് മുറിക്കുന്നത്. അപ്പൊ എന്തെല്ലാം അങ്ങ് ആക്കിറാറ് അതെല്ലാം അതേപോലെ ഊടെയും ആക്കുക ഇണ്ട് ശ്രമിക്കരുത് നമുക്ക് കാണുക സാധ്യം. അതെല്ലാം പല രൂപത്തിലും ഹറാമാവുണ്ടായെങ്കും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇത് ഗന്ധില്ല ഇസ്ലാമിലും ബന്ധമില്ല ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണായിട്ട് നോക്കൊരു മഹാനായ ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലിഹി ചൊന്ന ഒരു പലക്ക ഇമാം ഷാത്തിബി റഹ്മത്തുല്ലാഹി അലിഹി ഞങ്ങൾക്ക് ചൊല്ലത് കാണുക സാധ്യം. ഇമാം ഷാത്തിബി റഹ്മത്തുല്ലാഹി അലി ചൊല്ലും മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇതിനുള്ള ഒരാൾ പുതിയ ഒരു വിഷയത്തെ കൊണ്ടുവന്നിട്ട് അയാൾ ചൊല്ലു യറാഹ ഹസൻ, അത് നല്ലതല്ലേ എന്ന് ചൊല്ലു. നോക്കൊരു സഹോദരന്മാർ, ഈ നല്ലത് ചൊന്നിട്ടായെങ്കിൽ ദീനിൽ നല്ലതല്ലാത്ത എന്തുണ്ട്? നിസ്കാരം നല്ലതല്ലേ, ദിക്ർ നല്ലതല്ലേ? ഒരാൾ ചൊല്ലു ഞാൻ ദുഹറു ഒരു 5 റക്കാത്ത് ഞാൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ 6 റക്കാത്ത് ഞാൻ നിസ്കരിക്കണം, നല്ലതല്ലേ? ബെടക്ക് ചൊല്ലുക സാധ്യമുണ്ട്? ഒരിക്കലും സാധ്യമില്ല. അപ്പൊ ഇവിടെ ഈ നല്ലതല്ലേ ചൊല്ലുമ്പോൾ ഞങ്ങൾ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണ ഞങ്ങൾ എന്തെല്ലാക്കറ ഞങ്ങണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ഞങ്ങൾ ചൊല്ലാ. അതേപോലെ അണ്ട് എല്ലാവർക്കും നല്ല ഫുഡ് ഞങ്ങൾ കൊടുക്കുക, അതും നല്ലതായിട്ടിക്കറ്, അത് പ്രോബ്ലം എന്തില്ല. ഞങ്ങൾ സലാത്ത് ചൊല്ല, അതും നല്ലതായിട്ടിക്കറ്, ഇതെല്ലാം നല്ലതല്ലേ. പിന്നെ എന്തിനാ പ്രോബ്ലം? ആ 4 ഇട്ടിക്കറ്, ആ 4 അതുക്ക് വേണ്ടി പ്രത്യേകമാക്കരുതായിട്ടിക്കറ് പ്രോബ്ലം. സാധാരണ ഉസ്താദര ഒരു എക്സാമ്പിൾ ചൊല്ലാറ്. പണ്ട് ഒരു ഉസ്താദരട്ട് ഒരാൾ ക്വസ്റ്റ്യൻ കേക്ക് ಬಂತು. ഉസ്താദരെ തെങ്ങ് പത്തുறது ഹറാമായിട്ട് കേട്ടത്. ഉസ്താദ് തെങ്ങ് പത്തുறது ഹറാമല്ല. ഓക്കെ, തെങ്ങരെ തേങ്ങ ഇടുമ്പോൾ തേങ്ങ ഇടുന്നതും ഹറാമല്ല. ആ തേങ്ങരെ ഔത്തുകൊമ്പോണ്ടതും ഹറാമല്ല. ആ തേങ്ങരെ കറി വെച്ചിട്ട് തിന്നവാ അതും ഹറാമല്ല. മാത്രം ഒരു വിഷയം ചെന്നിട്ടില്ല, അത് ഞങ്ങളെ കമ്പൗണ്ടല്ല, അപ്പുറത്തെ കമ്പൗണ്ടറെ തേങ്ങ ഇട്ടിക്കറ്. വേറൊരാളുടെ കമ്പൗണ്ട് പോയിട്ട് അവിടെ ഇട്ടിക്കറവണ് എന്താക്കിയത് തേങ്ങ പറിച്ചത്. തേങ്ങ ഇട്ടതും ഹറാമല്ല, തെങ്ങ് പത്തുറതും ഹറാമല്ല, തേങ്ങ എടുക്കുന്നതും ഹറാമല്ല, അതിൽ ഔത്ത് കൊമ്പോണ്ടതും ഹറാമല്ല, അതിൽ കറി വെക്കുന്നതും ഹറാമല്ല. മാത്രം അത് എല്ലാം ಬೇರಾളുടെ ഒരു കമ്പൗണ്ടിൽ ಬೇರಾളുടെ തെങ്ങായെങ്കിൽ എല്ലാം എന്തായിത്ത് അയാളുടെ ആ തെങ്ങ് പത്തുരത എന്തായിത്ത്, ചിലപ്പോൾ അയാളുടെ അനുമത്തില്ലാണ്ട് തേങ്ങ ഇടരുത് എന്തായിത്ത് എല്ലാം ഹറാമായി മാറും. അതുപോലെ ഇട്ടിക്കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചൊല്ലത് ഹറാമുണ്ട്, ആറും കൂടെ ചൊന്നിട്ടില്ല. എത്രയും നമുക്ക് ചൊല്ല, അത് പാട്ടിലും ചൊല്ല, അത് പിന്നെ സ്പീച്ചിലും ചൊല്ല, പാട്ടിലും ചൊല്ല, എല്ലാ രൂപത്തിലും ഞങ്ങൾ ചൊല്ല. അഹ്ലു സുന്നത്ത് ഇമാം ഇങ്ങനെ എത്ര വലിയ കിതാബ് എഴുതിരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര എഴുതുക വേണ്ടിയിട്ട് 1-2 കിതാബ് എത്ര കിതാബ് എഴുതിരാർ. സ്വഹാബിരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നബി തങ്ങളെ മദ്ഹ് ചൊന്നിട്ട് പാടിയോ ഇന്ന് സ്വഹാബിരങ്ങളെ നമുക്ക് കാണുക സാധ്യം. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മഅക റൂഹുൽ ഖുദ്സ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിഫെൻഡ് ആക്കിയിട്ട് നിങ്ങൾ പാട്ട് പാടറു, നിങ്ങളെ സഹായിക്കുക ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് ചൊന്നിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഹദീസിൽ നമുക്ക് കാണുക. അപ്പം മദ്ഹ് പാടരേക്കും പ്രോബ്ലം ഇല്ല, ചൊല്ലേക്കും പ്രോബ്ലം ഇല്ല. സ്വലാത്ത് ഞങ്ങൾ നിരന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത് ചൊന്നല്ലെങ്കിൽ നിസ്കാരത്തെ പോലും ബാധിക്കുന്ന വിഷയമായിട്ടിരിക്കും. അപ്പം അതും അല്ല ഇവിടെ പ്രോബ്ലം ഉള്ളത്. ഇനി അണ്ട് ഒരു പ്രത്യേകമായിട്ട് ആൾമാർക്ക് ഫുഡ് കൊടുക്കുന്നത് പ്രോബ്ലം ഉണ്ട്. ഒരിക്കലും നമ്മൾ 12 ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് ഉണ്ട്, അതും പ്രോബ്ലം ഉള്ള വിഷയം. പ്രോബ്ലം ഉള്ള വിഷയം ഇതിന്റെ അടിസ്ഥാനം, ഇത് എന്തിനെ പേരിലാക്കി ഉള്ളത് അതൊക്കെ പ്രൂഫ് നിങ്ങൾക്ക് വേണം. ആ 4 റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ആക്കുക എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രൂഫ് ഉണ്ട്. അതേ ടിക്കറ് ബേനായത്, അല്ലെങ്കിൽ അതേ ടിക്കറ് ഞങ്ങൾ പരിശോധിക്കണമായത്. അതില്ലാണ്ടായി ടിക്കർ ഇത്രയും നേരം ನಾನು ಚೊಂದ ಇಮಾಮ್ ಮಾಲಿಕ್ ಬಾಕಿ ಅಂದ್ರೆ ಚೊಲ್ಲೆ ಯರಾಹ ಹಸನ, ಅವನದು ನಲ್ಲದು ಚೊನ್ನವುಲ್ಲ ಚೊಂದೇಂಟಾಯಿಂಗ್ ಅವನು ಎಂದರೆ ಚೊನ್ನವುಲ್ಲೆ ಫಕದ್ ಜಾಮ ಅನ್ನ ಮುಹಮ್ಮದನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಖಾನ റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിനെ നമുക്ക് എത്തുപാട്ടി തൻ്റെ വിഷയത്തിൽ വഞ്ചന കാട്ടിയിട്ട് ചൊല്ല ഉണ്ട പോലെ ഇട്ടിക്കറവുന്നുണ്ട്. കാരണം എന്താ, അള്ളാഹു ഖുറാനിൽ ചൊന്നുകൊണ്ട് അല്ലയോ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീനരെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരാണ്ട്. വേറെ ഒരാൾ വന്ന് ചൊല്ല ദീന് പൂർത്തിയായിട്ടില്ല, അത് ഇതും ആഡ് ആക്കുകൊണ്ടു, ഒരു ജന്മദിനാചരണം അതിലില്ല അതും ഞങ്ങൾ ആഡ് ആക്കണു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിസ്കാരം അത് ആഡ് ആക്കണു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിക്ർ അത് ആഡ് ആക്കണു, അത് നബി പഠിപ്പാട്ടിട്ടില്ല. അപ്പൊ എന്തിനാ അവന് ചൊന്നില്ലേ? വാസ്തവത്തിൽ അവന് ചൊല്ലിട്ട് എന്തിരെ ദീന് നബി തങ്ങ പൂർത്തിയാക്കിയിട്ടില്ല, ഇപ്പൊ ഇട്ടിക്കർ പൂർത്തിയായിട്ട് ഇട്ടിക്കർ അവന് ചൊന്ന, അങ്ങനെ ചൊന്നതുപോലെ, അങ്ങനെ ചൊല്ലാറുണ്ടല്ല, അങ്ങനെ ചൊന്നതുപോലെ ഇട്ടിക്കർ ഇങ്ങനെ ആക്കിற ആൾമാർ ചൊന്തു. ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി ചൊന്നൂറ് ചൊന്തു. ഇമാം അഷാത്തിബി റഹ്മത്തുല്ലാഹി അലൈഹി അയാളുടെ അൽ ഇഅ്തിസാം ചൊല്ലി കിതാബിൽ ചൊല്ലുന്ന അതിൽ പിന്നെ ചൊല്ലു ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന, അണ്ട് ദീനല്ലാത്ത എന്തും ഇണ്ട് ദീനല്ലാട്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നബിരെയും സഹാബിരെയും കാലത്ത് ദീനല്ലാത്ത ഒന്നുണ്ടാ,
ಅದು ಇಂಡುಂ ದೀನಲ್ಲ. ಅಂಡ್ ಎಂದ್ರೆ ದೀನಾಯಿಟ್ಟಂಗ ಕೊಂಡು ನಡೆದಾರ ಅದೈಟಿಕ್ರು ಇಂಡು ದೀನು ಚೊಂತು ಉಡ ನಂಗೆ ಮನಸ್ಸುಲಾಕೊಂಡು ಇಟ್ಟಿಕ್ರು. ಇನ್ನು ಏಳಾಮത്തെ ഒരു വിഷയമുണ്ട് സഹോദരന്മാരെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജന്മദിനത്തെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റനാളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ನಂಗೆ കണ്ടതെಂದ್ರೆ തിങ്കളാഴ്ച ഇട്ടിക്കറ് ನಾನು പെറ്റത് അണ്ട് നിങ്ങ നോമ്പെടുക്കുന്നു ചൊല്ലിട്ട്. അപ്പോൾ ആ ഡേ ഏത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റരെ ചൊല്ലതിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്ത്, അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. ആയെങ്കിൽ ഞങ്ങൾ ചരിത്രത്തിൽ പരിശോധിക്കുക പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റ തിങ്കൾ ഏത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റ തിങ്കൾ ഏത് ചൊല്ലിയ വിഷയത്തിൽ 5 അഭിപ്രായ ഉലമാക്കന്മാരുടെ ഇടയിൽ നമുക്ക് കാണുക സാധ്യത. ഒന്നും രണ്ടല്ല, 5 അഭിപ്രായം. റമദാനിലുണ്ട് ചൊന്ന ഉലമാക്കന്മാരുള്ളാറ്, റജബിലുണ്ട് ചൊന്ന ഉലമാക്കന്മാരുള്ളാറ്, റബീഉൽ അവ്വലിൽ ചൊന്ന ചരിത്രകാരന്മാരുള്ള, അങ്ങനെ വ്യത്യസ്ത 5 അഭിപ്രായം നമുക്ക് കാണുക സാധ്യത. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെറ്റ ഡേറ്റ്, ആ ഡേറ്റ് ഏത്, 4 തിങ്കളാഴ്ച ഡേറ്റ് ഏത്, അതിൽ 8 അഭിപ്രായ ഉലമാക്കന്മാരുടെ ഇടയിൽ നമുക്ക് കാണുക സാധ്യത. 8 അഭിപ്രായം. ഇനി നിങ്ങൾ ഇസ്ലാമിലെ വേറെ കുറേ ഇബാദത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇപ്പം അറഫ നാൾ, അറഫ ഉണ്ട് ഏത് നാളിൽ, ദുൽഹിജ്ജ ഒലിമ്പോ, അതിൽ മുസ്ലിംമാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്? അറഫ റമദാനിൽ തിങ്കൾ ചൊന്ന ആരെങ്കിലും ഉള്ള ഇസ്ലാമിക ആരുമില്ല. അറഫ ദുൽഹിജ്ജ ഒലിമ്പോ കെട്ടിക്കർ. ആശുറായുടെ നാൾ ഏത്, അത് മുഹറം തിങ്കളിൽ ഇട്ടിക്കർ, അല്ലെങ്കിൽ മുഹറം 10 കെട്ടിക്കർ. താസുആയപ്പോൾ അത് മുഹറം ഒലിമ്പോ കെട്ടിക്കർ. അതിലവിടെ അഭിപ്രായ വ്യത്യാസമില്ല. അതേപോലെ മൂടെ ചൊന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റ ഡേ ഏത്, നാല് ഏത്, അത് തിങ്കളാഴ്ച ചൊല്ലുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല? അത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലുത്തു മാത്രമല്ല, അതിലെ സ്വഹാബിരംഗ് അങ്ങനെ ജീവനത്തെ ഭാഗമായിട്ട് അങ്ങ് കൊണ്ടു നടന്നാർ. ഈ ചൊന്നതായ തിങ്കളാഴ്ച നോമ്പും അതേപോലെ അറഫത്ത് നാളും അല്ലെങ്കിൽ ഇതെല്ലാം എന്തുണ്ട്, അതെല്ലാം അങ്ങനെ ജീവനത്തെ ഭാഗമായിട്ട് അതൊരു ദീനായിട്ട് ഞങ്ങൾക്ക് അത് എത്തി വന്നു. ആ ഫസ്റ്ററെ, ആ സെഞ്ചുറി ഫസ്റ്ററെ തലമാർ എന്തുണ്ട്, ആ ഫസ്റ്ററെ തലമാറിൽ പിന്നമേ ഞങ്ങൾക്കത് ദീനായിട്ടൊരു സുന്നത്തായിട്ട് ഞങ്ങൾക്കത് കിട്ടിയോ വന്നത്. ഇനി എന്തുകൊണ്ടിട്ട് ആ തിങ്ങൾക്കും നബി തങ്ങ പെറ്റതായ ഡേറ്റുക്കും ഇത്തരം അഭിപ്രായ വ്യത്യാസം? ഒന്ന് ചെണ്ടല്ല ഉലമാക്കന്മാർക്കിടയിൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ യാരത്തെ ഉലമാക്കന്മാർ ചെന്ന അഭിപ്രായ റബീഉൽ അവ്വൽ 8 ഉണ്ടായിട്ടിക്കർ. ആയെങ്കില ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതന്മാരല്ല റബീഉൽ അവ്വൽ 12 ആയിട്ടിക്കറിട്ട് ചൊന്നുള്ളാറ്. ഏത് നാളായെങ്കിൽ പോട്ട് ഞങ്ങൾ വലിയ വിഷയമല്ല. 8 ചൊന്ന ഞാനത് ചൊന്ന അത്രയും ഡീപ്പ് ഡിസ്കഷൻ ഉലമാക്കന്മാർക്കിടയിൽ ചരിത്രത്തെ ആ പെറ്റ 4 വിഷയത്തിൽ ഉണ്ടു ചൊന്തയിട്ടിക്കർ ഞാനിവിടെ നെനപ്പാക്കിയുള്ളൂ നിങ്ങളുടെ. അപ്പം എന്തുകൊണ്ടിട്ട് ആ ഡേറ്റിലും തിങ്ങളിലും ഇത്ര അഭിപ്രായ വ്യത്യാസം വന്നേ? സ്വഹാബിരങ്ങ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെറ്റതായ ആ നാളുക്ക് അല്ലെങ്കിൽ ആ പെറ്റതായ തിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുത്തിറാറുണ്ടായിരെങ്കിൽ ഇത്ര അഭിപ്രായ വ്യത്യാസം ബറത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തിങ്ങളിൽ പെറ്റരെ ചൊന്തു സ്വാഭാവികമായിട്ടും സ്വഹാബിരങ്ങൾക്ക് കൊന്തിക്കൊണ്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലത്തെ ആൾമാർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വ്യത്യാസമായിട്ട് 2 വർഷത്തെ വ്യത്യാസമായിട്ട് അങ്ങനെ ഇടലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് പെറ്റ നാൾ ചൊല്ലത് നബിതങ്ങ പെറ്റ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് ഞങ്ങളെ സ്വന്തം ഞങ്ങളെ പോലെ അല്ലല്ലേ. അപ്പം ഞങ്ങളെ പോലെ അല്ലല്ലേ, ഞങ്ങളെ സ്വന്തം ശരീരത്തെ കാട്ടിയും ഇഷ്ടപ്പെട്ട സ്വഹാബിരങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് എന്തുമാക്കുക റെഡിയുള്ളതായ സ്വഹാബിരങ്ങ. ഹുദ് യുദ്ധത്തിലുള്ള തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമെല്ലാം ഞങ്ങൾ കേട്ടിരല്ലേ. ഏത് രൂപത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഡിഫെൻഡ് ആക്കി വെച്ചത് ഹദീസിൽ ഞങ്ങൾ പഠിച്ചിരല്ലേ ചരിത്രത്തിൽ. അങ്ങനത്തെ സ്വഹാബിരങ്ങ നബി തങ്ങ പെറ്റ തിങ്ങൾ ഏതിട്ട് ഞങ്ങളെ ഇടയിൽ എന്തിരില്ല ഒരു ഏകാഭിപ്രായം ഇല്ല. അല്ലെങ്കിൽ പെറ്റ തിങ്ങൾ ചൊല്ലത് ഇന്ന തിങ്ങൾ ചൊന്ന് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഏകാഭിപ്രായം ഇല്ല. അല്ലെങ്കിൽ പെറ്റ ഡേറ്റ് ഇത് റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 8 ചൊന്നിട്ടു ഒരഭിപ്രായം ഞങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് താരീഖിൽ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമില്ല. റമദാൻ നോക്കുറെങ്കിൽ ഒരു തിങ്ങളുള്ള അഭിപ്രായം വേറെ വിഷയം. റമദാൻ 12 ചൊന്ന ഉലമാക്കന്മാരുള്ള അപ്പം ഇത്ര ഡിഫറൻസ് വന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഒരു പ്രാധാന്യവും സ്വഹാബിരങ്ങ് എന്താക്കിയിട്ടില്ല എന്ന് ആ തിങ്ങളുക ആ നാളുക അങ്ങ് കൊടുത്തിട്ടില്ല. എന്ത് പ്രാധാന്യം അങ്ങ് കൊടുത്തിട്ടില്ല. നബിതങ്ങൾ സ്വന്തം ജീവനത്തെ കാട്ടിയും ഇഷ്ടപ്പെട്ട സ്വഹാബിരങ്ങ നബിതങ്ങ പെറ്റ തിങ്ങളുകാവട്ടു പെറ്റ നാളുകാവട്ടു ഒരു പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങ് പ്രാധാന്യം കൊടുത്തറിയതുക്ക് പെറ്റ ആ ഡേ തിങ്കളാഴ്ച ചൊല്ലുടെ നാളുക അങ്ങ് പ്രാധാന്യം കൊടുത്താറ്. അതുകൊണ്ട് സുന്നത്തിൽ ഇണ്ടും ഞങ്ങൾക്കതുണ്ടു. ഇണ്ടും ഞങ്ങൾക്കതൊരു സുന്നത്തായിട്ട് ഞങ്ങൾ അത് കണ്ടോ ഉള്ള താക്കത്തിൽ ഞങ്ങൾ ആക്കിയോണ്ടുമുള്ളാറ് ഞങ്ങൾ അത് ആക്കണം. ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ അതിനെ സുന്നത്തായിട്ട് കൊണ്ടു നടക്കണം. ആ തിങ്കളാഴ്ച നോമ്പു നബി തങ്ങൾ ചൊന്ന പെറ്റ നാല് അതിൽ ഇഖ്തിലാഫില്ല. ബാക്കി ജണ്ടിലും ഇഖ്തിലാഫുണ്ട്. ചിന്തിക്കുന്ന ആളുമാർക്ക്
ഇത് ധാരാളമായിട്ടിക്കറ് ഞങ്ങൾ ചിന്തിக்கிறേണ്ട ഇത് ദീനുമായിട്ട് ബന്ധം ഉണ്ടാണ്ട് ചിന്തിக்கிறെങ്കിൽ എന്തിട്ടിക്കറ് അല്ലാണ്ട് ഇത് ദീനര ഭാഗമായെങ്കിൽ സഹോദരന്മാരെ എന്തിനുണ്ടു എല്ലാ സുന്നത്തും ആക്കിற ആളുമാർക്ക് ഒരു റബിയുൽ അവൽ 12 ഒട്ടിക തെച്ചിട്ട് ഒരു തെല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹല്ല ചൊന്നിട്ട് ഒരു ഈത്തപ്പല കൊടുത്തിട്ടു അല്ലെങ്കിൽ ഒരു ബിരിയാണി കൊടുക്കുക എന്തൊരു പ്രോബ്ലം ഉണ്ട് എന്ത് പ്രോബ്ലം ഇല്ല അതൊരു സിമ്പിൾ വിഷയമല്ലേ മാത്രം അത് ദീനിക്ക് വിരുദ്ധമാവരു അത് ദീനിക്ക് വിരുദ്ധമാവരു പരലോകത്തിലെ ഹൗദുൽ കൗസറിന്റെ തണ്ണി പോലും ആ വിഭാഗ ആൾമാർക്ക് കിട്ടില്ല ചൊന്തായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് അല്ലെ ഹൗദുൽ കൗസറിന്റെ ആ പാനീയ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അള്ളാഹു വലിയ ഒരു മര ഇടുறாங்களே മുന്നോൽ ഒരു വലിയ കവർ ഇടുற അള്ളാഹു നബി തങ്ങൾ ചൊല്ലുക അല്ലാഹു ഉലായി മിൻ ഉമ്മത്തി അള്ളാഹു അങ്ങനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു നബിയെ നിങ്ങൾക്ക് ഗൊന്തില്ല നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ വഫാത്തിൽ പിന്നെ ഈ ദീനിൽ അങ്ങ് എന്തിരದಲ್ಲ പുതിയത് കൊമ്പന്നറാರು ಚೊಂತು ನಬಿಯ ನಿಂಕು ಗೊತ್ತಿಲ್ಲ ಚೊಂತ ಅಲ್ಲಾಹು ಆನ್ಸರ್ ಹಾಕಿರೋದು ನಂಗೆ ಕಾಣಗೂ ಸಾಧ್ಯ ಅವರು അപ്പം അത് ഗൗരവമുള്ളതായ വിഷയമായിട്ട് സഹോദരന്മാരെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മനസ്സിലാക്കണമായിട്ടിരിക്കണം കൂടെ ക്ലിയർ ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങൾ നെനപ്പാക്കുക ഉദ്ദേശിக்கிறேன் നോക്കൂ ഈ അഭിപ്രായ വ്യത്യാസ ദീനരെ എല്ലാ വിഷയത്തിലും ചില ആൾമാർക്ക് ഇപ്പം ഭയങ്കര ബേജാറ് പെಡ್ರೆ സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങൾ പോയി ചില ആൾമാരെ കാണുക സാധ്യമാണ് ഇങ്ങനത്തെ വിഷയത്തിലുള്ള വീഡിയോ ആക്കുമ്പോൾ ചില ആൾമാരെല്ലാം കമൻറ്റ് ഇട്ടിട്ടാറ് അല്ലെങ്കിൽ ചൊല്ലാറ് എന്തിരേക്ക് എപ്പോൾ നോക്കിയെങ്കും ഇങ്ങനെ അപ്പറ ഇപ്പറ ഗലാട്ടാക്കി വയ്ക്കറേ എപ്പം ഫൈറ്റാക്കി വയ്ക്കറേ എല്ലാ വിഷയത്തിലും ചർച്ച അങ്ങ് ചൊല്ലി ഇതാക്കണം ഇങ്ങ ചൊല്ലി ഇതാക്കണ്ട അപ്പോൾ ചില ആൾമാർക്ക് ഭയങ്കര ബേജാറായിട്ടിരിക്കും ഈ വിഷയത്തിൽ സത്യത്തിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ബേജാറാക്കുകയില്ല കാരണം എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ചൊല്ലുന്നേ ഫൈനഹു മൻ യഅശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ നണ്ടിൽ പിന്നെ ജീവിക്കുന്ന ആൾമാർ ചെമ്മ ഇഖ്തിലാഫ് നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒട്ടികൈക്കാറ് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ടില്ല നിങ്ങളുടെ ഇടയിൽ ഇഖ്തിലാഫൻ കസീറ ചെമ്മ അഭിപ്രായ വ്യത്യാസം കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അപ്പം നിങ്ങൾ എന്തിനാക്കണം ഫഅലൈക്കും ബിസുന്നതി നിങ്ങൾ എന്തിനാക്കണം നിങ്ങൾ യാർ ആൾമാർ എന്തിനാക്കിയുള്ളാറ് അതെല്ലാം നിങ്ങൾ നോക്കണമായത് ഞങ്ങൾ അബ്ബെല്ലാം ആക്കിയോ വന്നിട്ട് എൻ്റെ അബ്ബ പള്ളിയുടെ പ്രസിഡന്റ് പണ്ടിൽ പിന്നുണ്ട് എൻ്റെ ബോബതാക്കിയർ അല്ലെങ്കിൽ കൂടെ ഞങ്ങളെ റായത്ത് ഞങ്ങൾ എല്ലാവരും ആക്കിയോ ഉള്ളാറ് അങ്ങനല്ല നിങ്ങൾ നോക്കണേ ഫഅലൈക്കും ബിസുന്നത്തി നിങ്ങൾ സുന്നത്ത് കയറ്റിക്കരുത് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ നോക്കണം ഈ വിഷയത്തിൽ ഞങ്ങൾ നബിയുടെ സുന്നത്ത് ഞങ്ങൾ പരിശോധിച്ചല്ലേ എവിടെയും കാണുക സാധ്യമില്ല അതേപോലെ സുന്നത്തിൽ ഖുലഫായിൽ മഹ്ദിയൻ റാഷിദീൻ നൻ്റെ ഖലീഫമാരെ സുന്നത്ത് നിങ്ങൾ നോക്കണം സ്വഹാബിരങ്ങളെ സുന്നത്തും നിങ്ങൾ നോക്കണം സ്വഹാബിരങ്ങളെ ജീവനത്തിലും ഇല്ല ചൊന്തും ഞങ്ങൾ മനസ്സിലാക്കിയ അപ്പം അതുകൊണ്ടിട്ട് അതല്ലാത്തത് നബി തങ്ങൾ ചൊല്ലുക വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ അതല്ലാണ്ട് നൻ്റെ സുന്നത്തിലും സ്വഹാബിരങ്ങളെ ജീവനത്തിലും നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം അതെന്തിനാ ഇട്ടിക്കറ് മുഹ്ദസാത്തിൽ ഉമൂർ ദീനിൽ പുതിയതായിട്ട് കൊമ്പന്നതായിട്ടിക്കറ് ഫൈന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ എല്ലാ പുതിയതും ബിദ്അത്തായിട്ടിക്കറ് വകുല്ലു ബിദ്അത്തിൻ ദലാല എല്ലാ ബിദ്അത്തും അത് ദലാലത്തായിട്ടിക്കറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പെട്ടു അപ്പോൾ അഭിപ്രായ വ്യത്യാസം കാണുമ്പോൾ ഞങ്ങൾ ബേജാറാവുന്ന ആവശ്യകತೆ ಇಲ್ಲ ചില ആൾമാർക്ക് അത് ഭയങ്കര ബേജാറായിട്ടിക്കറ് ഇതെല്ലാം ദൂരെ ബൈക്കുറു ഞങ്ങൾ എല്ലാവരും ഒട്ടിಗೆ ഇക്കാണ്ടായിട്ടിക്കറ് ചില ആൾമാർ ചൊല്ലത് അങ്ങനെ ദീനിൽ അഭിപ്രായ വ്യത്യാസത്തെ ദൂരെ വെച്ചിട്ട് ഒരൊട്ടിಗೆ ആവുക ഒരിക്കലും സാധ്യമില്ല ഇതെല്ലാം ദീനരെ അടിസ്ഥാനപരമായ വിഷയമായിട്ടിക്കറ് ഇത് പബ്ലിക്കിൽ ആൾമാർക്ക് ചൊല്ലേണ്ടത് ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കേണ്ട വിഷയമായിട്ടിക്കറ് അതിങ്ങനെ ഒളിപ്പാട്ടി വയ്ക്കുന്ന പോലത്തെ ഒരു വിഷയമല്ല ദീനിൽ ഈ ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമല്ല അത് ഒട്ടിಗೆ ആവണായ കുറേ പ്ലാറ്റ്ഫോം ഇക്കറ് അവിടെ ഒട്ടിಗೆ ആവാണ്ടല്ലാണ്ട് ഇത് ചൊല്ലകാവാത്ത വിഷയമൊന്നുമില്ല എല്ലാ മൊത്തം ഞങ്ങൾ പബ്ലിക്കായിട്ട് ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കണ വിഷയമായിട്ടിക്കറ് ഇസ്ലാമിക ലോകത്ത് ഇതിരെ കാണ്ടിയും ഉണ്ട് ഞങ്ങൾ ഇന്ത്യത്തിൽ ഫേസ് ആക്കിയ ഉള്ളതിരെ കാണ്ടിയും അപകടകരമായ അവസ്ഥ മുസ്ലിം രംഗ ഫേസ് ആക്കിയത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അതിരെ കാണ്ടിയും വലിയ അവസ്ഥയിൽ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം രംഗ കടന്നുപോയിരാറ് അണ്ടും ഇസ്ലാമിക ലോകത്ത് ഇമാമരംഗ ഹക്ക് ചൊല്ലുടെ അവിടെ വ്യക്തമായിട്ട് ചൊന്നോ ഇന്നാറ് അവിടെ ഞങ്ങൾ കൊരിയല്ലേ ചൊന്ന് തങ്ങ മുണ്ട തെച്ചോ ഇല്ല കൂടെ സഹോദരന്മാരെ ലാസ്റ്റ് ഒരു വിഷയ നാട് ചൊന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പാക്കുക അവിടെ ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി ഇത് ബിദ്അത്തായിട്ട് ഇസ്ലാമായിട്ട് ഇതിക്ക് ബന്ധമില്ല അതിലൊട്ടികമേ ഞങ്ങൾ മനസ്സിലാക്കണം ഉലമാക്കന്മാർ ചില വ്യത്യാസം ചൊല്ലാറ് എപ്പോഴും ഒരു സുന്നത്തും ബിദ്അത്തിനെ ഞങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കൂ ചില വ്യത്യാസമായ ചില വിഷയിക്കർ എങ്ങനെ ഞങ്ങൾക്ക് ഇത് സുന്നത്ത് ഇത് ബിദ്അത്തുണ്ട് ഞങ്ങൾക്ക് എപ്പം ഗൊന്താവും നമുക്കൊരു എപ്പോഴും ഒരു സുന്നത്തായ വിഷയത്തൊട്ടിಗೆ ആൾമാർക്ക് ഒരു പിന്നെ ഒരു അതിരെ മുട്ട ഒരു ഭാരി കൊറോടി ആൾമാർ സുന്നത്തായ വിഷയം എപ്പോൾ ആക്കുമ്പോഴത്തേക്ക് ഒരു അതിരെ മുട്ട ഒരു കൊറോടി നമുക്കൊരു ഇപ്പോൾ പെരുന്നാൾ ഞങ്ങൾ ഉദാഹരണം എടുക്കുക പെരുന്നാൾ രണ്ട് പെരുന്നാൾ ഞങ്ങളെ റായത്തെ യാറത്താൾമാർ പള്ളിക്ക് പോകണ്ടപ്പ യാറത്താൾമാർ പള്ളിക്ക് പോകേണ്ട ഉസ്താദ് കൈകെട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 തക്ബീർ കഴിഞ്ഞിട്ടായിട്ടിക്ക് യാറത്താൾമാർ പള്ളിക്ക് പോകേണ്ടത്
അതേപോലെ സുന്നത്തായിട്ട് പഠിപ്പാട്ടിയ തിങ്കളാസര നോമ്പ് ബാലാസര നോമ്പ് എത്ര ആൾമാർ എടുക്കാർ? എല്ലാ തിങ്കളിലും അയ്യാമുൽ ബീദർ നോമ്പ് എത്ര ആൾമാർ എടുക്കാർ? ഒരു 100ൽ ഒരാളെങ്കും എടുக்கிறதுണ്ട്, 1000ൽ ഒരാൾ എടുക്കുന്നുണ്ട് വേണം നിങ്ങൾക്ക് ചൊല്ലാം. അതേറ്റിക്ക് സുന്നത്തിരൊട്ടിക്ക് ആൾമാർക്കുള്ള ഒരു സമീപനാണ്. അതിൻ്റെ ഈ ബിദഅത്തിനെ നിങ്ങൾ എടുത്തു നോക്കൂ. മെഹറാജിറ നോമ്പ് എടുക്കാത്ത ഇറങ്ങിക്കാറ് ഞങ്ങളുടെ രായത്ത് ആരംഭിക്കില്ല. ബറാത്തിര നോമ്പ് എടുക്കാത്തങ്ങ് ഇറങ്ങിക്കാറ് ഞങ്ങളുടെ രായത്ത് ഒരു പള്ളിക്ക് പോലും പോകാത്ത ആൾമാർ 54 എന്താക്കാറ്? നോമ്പ് എടുക്കാറ്. അപ്പോൾ ബിദഅത്തിരൊട്ടിക്ക് ആൾമാർക്ക് എപ്പോഴും ഷൈത്താൻ എന്താക്കുക? മുട്ടാക്കുക. സുന്നത്തിനെ എപ്പോഴും ദൂരാക്കുക. ഈ റബീഉൽ അവ്വൽ എടുക്കരുതിങ്ങ ഒരു ഗಂಟೆയെങ്കിലും 2 ഗಂಟೆയെങ്കിലും ഉറങ്ങാണ്ട് തേക്കുക ആൾമാർ റെഡിയുള്ളാർ. ജാവത്തോളം ഉറങ്ങാണ്ട് പിറ്റാണ്ട് സ്വബൈക്ക് എത്ര വേഗം വേണമെങ്കിൽ ബറുക ആൾമാർ റെഡിയുള്ളാർ. സുന്നത്തിരൊട്ടിക്ക് എപ്പോഴും ആൾമാർക്ക് ഒരു വിമുഖത്തെയും ബിദഅത്തിരൊട്ടിക്ക് എപ്പോഴും ആൾമാർക്ക് ഒരു പിർസയാറയ്ക്കും. അത് നമുക്ക് കൂടെ കാണുക സാധ്യം. അതേപോലെ നോക്കൂ, ഇസ്ലാമിൽ എല്ലാ വിഷയവും സുന്നത്ത് ആ എല്ലാ വിഷയവും ഞങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ ഒരു സിസ്റ്റം ഇസ്ലാമിൽ എല്ലാം ഒത്തുണ്ട്. പെരുന്നാൾ ഞങ്ങൾ ഉദാഹരണം എടുക്കും. പെരുന്നാൾക്ക് കറക്റ്റ് സിസ്റ്റം ഉണ്ട്. എങ്ങനെ പള്ളിക്ക് പോകണം, എന്തിനെ ഇടണു, ഡ്രസ്സ് എങ്ങനത്തത് ഇടണു, പള്ളിക്ക് പോകുമ്പോഴത്തേക്കു തിണ്ടിട്ട് പോണ തിന്നാണ്ട് പോണ. അതേപോലെ ഈദുൽ ഫിത്തർക്ക് നിങ്ങൾ ഫിത്തർ സക്കാത്ത് കൊടുക്കണു, ഈദുൽ അദ്ഹക്ക് നിങ്ങൾ ഉദഹിയത്ത് അറുത്ത് കൊടുക്കണം. കൃത്യമായ സിസ്റ്റം നിങ്ങൾക്ക് കാണുക സാധ്യമാവും. പള്ളിക്ക് പോകുമ്പോൾ ഏത് തെരുവിൽ പോകണം, ബറുമ്പോൾ എങ്ങനെ ബറണു, കറക്റ്റ് സിസ്റ്റമാറ്റിക് ഇസ്ലാമിലുള്ളത്. പള്ളിക്ക് പോയെങ്കിൽ നിങ്ങൾ എന്തിനാക്കണം ഇസ്ലാമിൽ നമുക്ക് കാണില്ലേ അല്ലേ? അതേപോലെ ഫസ്റ്റ് റക്കാത്തിൽ 7 തക്ബീർ, രണ്ടാമത്തെ റക്കാത്തിൽ 5 തക്ബീർ, അതിൽ പിന്നെ ഹുത്തുബ, ഇതുള്ള കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇസ്ലാമിൽ പഠിപ്പാട്ടിയതായ സുന്നത്ത് എല്ലാ സുന്നത്തും ഞങ്ങൾ എടുത്തു നോക്കിയെങ്കും ഇതേപോലെ ഇട്ടിക്കർ ആയെങ്കിൽ അവിടെ നിങ്ങൾ പറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജന്മദിനാചരണ 2 പെരുന്നാളിനെ കാണിയും ശ്രേഷ്ഠമായി, ലൈലത്തുൽ ഖദറിനെ കാണിയും ശ്രേഷ്ഠമായിട്ട് ചൊല്ലുടെ ഈ റബീഉൽ അവ്വൽ 12 ആക്കുണായ ഒരു 5 സുന്നത്ത് എന്തേ നമുക്ക് ചൊല്ല കുത്തിയോ? ഒരു 5 സുന്നത്ത്. പെരുന്നാളിൻ്റെ ഉണ്ടാക്കുകയില്ല സുന്നത്ത് എന്തിനെ കേട്ടെങ്കിൽ കൂടെ ചെറിയ മക്കളുടെ കേട്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 സുന്നത്ത് കേട്ടെങ്കിൽ ചിലപ്പോൾ മക്കൾ ചൊല്ലുവാർ. അതിങ്ങ ബലിയങ്ങൾട്ടാണ് കേൾക്കുന്നത്. റബീഉൽ അവ്വൽ 12 ചെറിയ പിന്നമേ നങ്ങ ചിലതെല്ലാം പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ട് ഇക്കുവല്ലേ. റബീഉൽ അവ്വൽ 12 നങ്ങ ആക്കണ 5 സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത് കേട്ട് നമുക്ക് കാട്ടുക സാധ്യമുണ്ട്? കാട്ടുക സാധ്യമില്ല. എന്തുകൊണ്ട്? അതില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ മനസ്സിലാക്കണം സുന്നത്തും ബിദഅത്തും തമ്മിലുള്ള ഡിഫറൻസ് ഞങ്ങൾ എപ്പോഴും എന്താക്കണം അവിടെ മനസ്സിലാക്കണേറ്റിക്ക് സഹോദരന്മാരെ. ഇവിടെ ഈ ചൊന്നതായ പലക്ക ഇത് ഒരിക്കലും എന്തിരല്ല, ഒരിക്കലും വിമർശിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു തമാശാക്കുക ഉള്ള വിഷയമല്ല. ദീനുമായിട്ട് അടിസ്ഥാനപരമായിട്ട് കണക്ഷൻ ഉള്ള ഒരു വിഷയമായിട്ടിക്ക് ഒരു മുസ്ലിമായ മനുഷ്യക്ക് അവനുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിരങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സ്വർഗത്തിൽ എത്തുപാട്ട് എന്തെല്ലാം വിഷയം ഉണ്ട് അത് ഞാൻ പഠിപ്പാട്ടി തന്നേരെ, നിങ്ങളെ നരകത്തിൽ നിന്നിട്ട് ദൂരാക്കർ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്ക് ആ ദീന് പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖുർആനിലുണ്ട്, അത് ഹദീസിലെ കിതാബിലുണ്ട്, അത് സ്വഹാബിരങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിരാർ. അത് ഇണ്ടും ഞങ്ങളെ കയ്യിലുണ്ട്. ഏത് വിഷയം കേട്ടെങ്കിലും ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഡിസ്കസ് ആക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ദീനിക്ക് പുതിയ ഒരു വിഷയത്തെ ഞങ്ങൾ എന്താക്കണ്ട, ഞങ്ങൾ ആഡാക്കണ്ട. ആ പുതിയതും ഏത് ഒരു നല്ല ഒരു മുസ്ലിം തുടങ്ങിയ ഒരു അഹ്ലുസുന്നത്തര ഒരു ഇമാമ് തുടങ്ങി വെച്ചതല്ല. ഒരു അഹ്ലുസുന്നത്തര ഇമാം ഒരു ഹിജറ 400 വന്ന ഒരു വലിയ ഇമാമ് തുടങ്ങിയെങ്കിൽ പോലും അത് സ്വീകരിக்கிறവിടെ എന്തുണ്ട് മുസ്ലിമുക്ക് പ്രോബ്ലം ഉണ്ട്. അയെങ്കിലാ തുടങ്ങിയത് ഒരു അഹ്ലുസുന്നത്തര ഇമാമ് പോലും അല്ല. ആര് തുടങ്ങിയത്? അത് നോക്കൊരു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഷവ്വാൽ ഒരു 6 നോമ്പ് സുന്നത്തല്ല ചൊന്ന അഭിപ്രായക്കാരനായിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഒരു നോമ്പില്ല, അങ്ങനത്തെ ഒരു നോമ്പില്ലാണ്ട് ആ അഭിപ്രായത്തെ അതിൽ പിന്നെ എത്രമാ വർഷം കഴിഞ്ഞിട്ട് വന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ റദ്ദാക്കർ. അത് സരിയല്ല ചൊന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ക്യാൻസർ ആക്കർ. ഹദീസിനെ വെച്ചിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായ സരിയല്ല ചൊന്തു ഷറഹ് മുസ്ലിമിലു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല അതായിട്ടിക്കർ ഇസ്ലാം. അതിൽ ബലിയെ ചെറിയ ബലിയെ എപ്പം നബി മാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാട്ടിയിട്ടായിട്ട് കുറിച്ച് വന്നേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചൊന്നേ ഇല്ല സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിലുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഏത് വ്യക്തിക്കും തപ്പും സംഭവിക്കാം സരിയും സംഭവിക്കാം. അപ്പോൾ ഒരു ഇസ്ലാം അഹ്ലുസുന്നത്തർ ഒരു ഇമാമ് ചൊന്നെങ്കിൽ അത് ഖുർആനും ഹദീസിൽ അടിസ്ഥാനം ഇല്ലെങ്കിൽ ഒരു മുസ്ലിമുക്ക് സ്വീകരിക്കുകയില്ല. ഇമാം മാലിക് നാ വിഷയം ചൊന്നതുപോലെ ആ സന്ദർഭത്തിൽ ഷിയാക്കന്മാർ തുടങ്ങി വെച്ചെങ്കിൽ ഇസ്ലാമിലെ ശത്രുമാർ തുടങ്ങി വെച്ചെങ്കിൽ ഒരു ഇബാദത്ത് ഉണ്ട്, വലിയ ആഘോഷമായിട്ട് ഞങ്ങളുടെ റായത്ത് നടന്നുകൊണ്ട് മാത്രമല്ല അത് ആക്കാത്ത അങ്ങ് അഹ്ലുസുന്നത്തരെ പറത്ത് അങ്ങ് ബിദഅത്ത് ആൾമാറിട്ട് പ്രചാരാക്കുന്ന അവസ്ഥയ്ക്ക് എത്തിർ. അതുകൊണ്ട് ഗൗരവത്തിൽ
ഈ വിഷയത്തെ നിങ്ങൾ ചിന്തിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യത്തെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾമാരിൽ പെടുകയും അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.